السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയങ്കരായ രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, സഹോദരികളെ, വിശ്വാസികളെ, ഏറെ പൊറുക്കുന്ന, സദാ നമ്മെ കണ്ടുകൊണ്ടിരിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന റഹ്മാനായ റഹീമായ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ച് തഖ്വയുള്ളവരായി ജീവിക്കാൻ ശ്രമിക്കണേ എന്ന് സ്വന്തത്തെയും പിന്നെ നിങ്ങളെ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, ഉണർത്തുകയാണ്. പടച്ച റബ്ബിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ രണ്ടാമത്തെ പത്തിലൂടെയുള്ള വേഗതയേറിയ യാത്രയിലാണ് നമ്മൾ ഓരോരുത്തരും നിലവിലുള്ളത്. പെട്ടെന്ന് പോകുന്നുണ്ട്, എന്തായിരുന്നാലും വേഗത്തിൽ കഴിഞ്ഞു പോകുന്നുണ്ട്. റമദാൻ ഓർമ്മയാകാൻ ഇനി അധികം സമയം വേണ്ടി വരില്ല എന്നുള്ളതാണ് ആദ്യത്തെ 10 നമ്മിൽ നിന്ന് കഴിഞ്ഞു പോയ വേഗതയെ ഉൾക്കൊള്ളുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലാഹു അതിവേഗതയോടൊപ്പം അതിവേഗതയിൽ കർമ്മം കൊണ്ട് സഞ്ചരിക്കുന്ന ഊർജ്ജസ്വലരായ വിശ്വാസികളിൽ നമ്മെയും കുടുംബത്തെയും അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. നാം നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ കർമ്മങ്ങളെയും കുറവുകളില്ലാതെ, ന്യൂനതകളില്ലാതെ പൂർണ്ണമായും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, റമദാനാകുമ്പോൾ പള്ളിക്കകത്ത് നമ്മൾ ഇരിക്കുമ്പോൾ നമുക്ക് ബാക്കിയുള്ള മാസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായൊരു സമാധാനം ലഭിക്കുന്നുണ്ട്. ആ ലഭ്യത ഒരു വേള നമുക്ക് ലഭ്യമാകുന്ന അറിവുകളുടെ കൂടി കാരണം കൊണ്ടാണ് എന്ന് നമ്മൾ പലപ്പോഴും തിരിച്ചറിയാറുണ്ട്. കാരണം ബാക്കിയുള്ള മാസങ്ങളിൽ അപൂർവമായി കിട്ടുന്ന ക്ലാസ്സുകളിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ച് കൂടുതൽ ക്ലാസ്സുകൾ നമുക്ക് ലഭിക്കാറുണ്ട്. അപ്പോൾ വ്യത്യസ്തമായ വിഷയങ്ങളും നമുക്ക് കേൾക്കാനും നമുക്ക് മനസ്സിലാക്കാനും കഴിയാറുണ്ട്. ഇന്ന് നമ്മുടെ പ്രവാചകനുമായി ബന്ധപ്പെട്ട ഏതാനും കാര്യങ്ങളാണ് എനിക്ക് സംസാരിക്കാനുള്ളതും നമുക്ക് ചർച്ച ചെയ്യാനുള്ളതും. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹിന്റെ ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, മുഹമ്മദാണ്
അഹ്മദാണ്, അൽമാഹിയാണ്, ഹാഷിറാണ്, ആഖിബാണ്. ഇതൊക്കെയാണ് ഞാൻ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞതൊക്കെ നബിൻ്റെ പേരാണ്. മുഹമ്മദ് നമ്മൾ കേട്ടിട്ടുണ്ട്. അഹ്മദ് എന്നുള്ളത് സൂറത്തു സൊഫ് ഓതുമ്പോൾ നമ്മൾ കേട്ടുപോയൊരു പേരാണ്, നബിൻ്റെ പേരാണ്. അൽ മാഹി എന്ന് വേറൊരു പേരുണ്ട്, ഹാഷിർ എന്ന പേരുണ്ട്, ആഖിബ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പേരുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ നബി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അബ്ദുല്ലാഹിബ്നു അബ്ദുൽ മുത്തലിബ് ബാപ്പയാണ്. ആമിന ബിൻത്ത് വഹബാണ് ഉമ്മ. ഇവരുടെ രണ്ടുപേരുടെയും പ്രിയങ്കരനായ മോനാണല്ലോ നമ്മുടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആനക്കലഹ വർഷം എന്ന് പറഞ്ഞാൽ ഒരു വേള പണ്ട് നമ്മൾ മദ്രസയിൽ, അതിന് ഏത് മദ്രസയിൽ പഠിച്ചാലും ആനക്കലഹ വർഷം അറിയാത്ത ആൾക്കാർ നമ്മളെ കൂട്ടത്തിൽ ഉണ്ടാവില്ല. കഅബ പൊളിക്കാൻ വേണ്ടി ശത്രുക്കൾ വന്ന ഒരു കാലഘട്ടം, ആ കാലത്തെ പരിചയപ്പെടുത്താനാണ് ആനക്കലഹ വർഷം എന്ന് പറയാറുള്ളത്. ആന സൈന്യത്തെ അതുവരെ ആരും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ആ കഅബയെ പൊളിക്കാൻ വരുന്ന സൈന്യത്തിൽ ആനകളായിരുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ ആനയുമായി ചേർത്തിട്ടാണ് ആ കൊല്ലത്തെയും എണ്ണുന്നത്. പിന്നെ നമ്മളിപ്പോൾ കൊറോണ വന്നു, കൊറോണന്റെ മുമ്പ് കൊറോണന്റെ ശേഷം എന്ന് പറയുന്ന പോലെ പിന്നത്തെ കാലഘട്ടത്തിൽ ആനക്കലഹ വർഷത്തിന്റെ മുമ്പ്, ആനക്കലഹ വർഷത്തിന്റെ ശേഷം എന്നൊരു കാലഗണന ഉണ്ടായിരുന്നു. പിന്നീട് ഹിജറയുമായി ബന്ധപ്പെട്ടൊക്കെ പതിയെ പതിയെ അത് ഇല്ലാതെയായി പോവുകയാണ് ചെയ്തത്. എന്നാൽ ചരിത്രകാരന്മാർ പ്രവാചകന്റെ ജനനവുമായി ബന്ധപ്പെട്ട് എണ്ണുമ്പോൾ ആനക്കലഹ വർഷമാണ് എണ്ണുക. ആനക്കലഹ വർഷം റബിയുൽ അവ്വൽ മാസത്തിലാണ് എന്നൊക്കെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അള്ളാന്റെ റസൂലിന്റെ ജനനമായിരുന്നു അത്. ഗർഭസ്ഥ ശിശുവായിരിക്കുമ്പോൾ തന്നെ ബാപ്പ മരിക്കുന്നുണ്ട്. ജനിക്കുമ്പോൾ തന്നെ യതീമായിട്ടാണ് അള്ളാന്റെ റസൂല്. നോക്കി നിങ്ങൾ, അങ്ങനെ കുറവേ ഉണ്ടാവുള്ളൂ. എങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹ് അങ്ങനെയാണ് തെരഞ്ഞെടുത്തത്. ബാപ്പാന്റെ മുഖം കണ്ടിട്ടില്ല. നമ്മളോട് ബാപ്പ എന്ന് പറഞ്ഞാല് എത്ര കൊല്ലം മുമ്പ് മരിച്ച ബാപ്പയാണെങ്കിലും ബാപ്പാന്റെ എന്തെങ്കിലും ഒരു പിക്ചർ നമ്മളെ മനസ്സിൽ വരും. കാരണം ബാപ്പനെ കണ്ടോണ്ടാണ്. അത് ഇനി നമ്മളെ ചെറുപ്പത്തിൽ മരിച്ച് ഇപ്പൊ 40 50 ആയിരുന്നാലും എന്തെങ്കിലുമൊക്കെ ഒരു പിക്ചർ നമ്മളെ മനസ്സിലുണ്ടാവും. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബാപ്പ എന്ന് പേര് പറഞ്ഞാൽ മനസ്സിൽ കൊണ്ടുവരാൻ ഒരു ചിത്രം ഉണ്ടായിരുന്നില്ല. ആ സങ്കടങ്ങളൊന്ന് ആലോചിക്കും. ആ സങ്കടത്തിലേക്കാണ്, ആ സങ്കടത്തോടു കൂടിയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചു വീഴുന്നത്. 6ാമത്തെ വയസ്സിൽ എൻ്റെ അമ്മ ഇനി വരൂല എന്ന് തിരിച്ചറിയാൻ പോലും പ്രായമില്ലാത്ത 6 വയസ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വീട്ടിൻ്റെ അകത്തേക്കൊന്നും ഇങ്ങനെ പോയി നോക്കി, 6 വയസ്സുകാരുണ്ടാവും നമ്മളെ വീട്ടിൽ. ആ പ്രായത്തിൽ നമ്മളെ റസൂലിൻ്റെ ഉമ്മ മരിച്ചിട്ടുണ്ട്. ഇനി ഉമ്മ വരൂല, ഇനി എൻ്റെ അമ്മ തിരിച്ചു വരൂല, എൻ്റെ അമ്മാൻ്റെ അവസാനമായിക്കണമെന്ന് പോലും ചിലപ്പോൾ തിരിച്ചറിയാൻ കഴിയാത്തൊരു കാലമായിരുന്നു അത്. ആരുമില്ലാതെ അബവ എന്ന സ്ഥലത്ത് പ്രവാചകനോടൊപ്പം ഉമ്മന്റെ ഒരു വൃത്തിയും, ആ വൃത്തിയാണ് പിന്നെ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ചില നിമിഷങ്ങൾ സൃഷ്ടിക്കുന്നത് എന്ന് നമ്മൾ അറിയണം. ആ വൃത്തിയായിരുന്നു പ്രവാചകന്റെ കൈപിടിച്ച് അബ്ദുൽ മുത്തലിബ് എന്ന വല്യാപ്പാന്റെ കയ്യിലേക്ക് നമ്മുടെ റസൂലിനെ കൊണ്ടുവരുന്നത്. റസൂലുള്ളാന്റെ ഒരു ചരിത്രമാണ് പ്രിയപ്പെട്ടത്, വേദന നിറഞ്ഞൊരു ചരിത്രം. 8ാമത്തെ വയസ്സിലാവുമ്പോൾ വല്യാപ്പയും പോകാൻ പൂർണ്ണമായി യത്തീമാണ്. അതാണ് ഖുർആൻ സൂറത്തുൽ ദുഹായിൽ പറഞ്ഞ നബിയെ, നിങ്ങളെ നാം യത്തീമായി കണ്ടു, നിങ്ങൾക്ക് നാം അഭയം നൽകിയെന്ന്. അള്ളാഹ് എടുത്തു പറയാൻ മാത്രമുള്ളൊരു അനുഗ്രഹമായിരുന്നു അത് എന്നാണ്. അതായത് യത്തീമായി ജനിച്ചു വന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു സംരക്ഷിച്ചു കൊണ്ടുവന്നത് നബിക്ക് വേറെ പല നിഅമത്തുകളുണ്ട്. പക്ഷെ ഖുർആൻ എടുത്തു പറയാൻ മാത്രം ഉപയോഗിച്ച ഒരു നിഅമത്തായിരുന്നു അത്. യത്തീമായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 8ാമത്തെ വയസ്സിൽ അത്താണിയായ വല്യാപ്പിയും പോവുകയാണ്. പിന്നെ ആ കൈപിടിക്കുന്ന മനുഷ്യന്റെ പേരായിരുന്നു അബൂ ത്വാലിബ്. അബൂ ത്വാലിബ് പിന്നെ റസൂലുള്ളാഹിന്റെ കൂടെ 42 കൊല്ലം ഉണ്ടായിട്ടുണ്ട്. 50ാമത്തെ ഏകദേശം ചരിത്രം വായിക്കുമ്പോൾ ഏകദേശം 50ാമത്തെ വയസ്സിലൊക്കെയാണ് അബൂ ത്വാലിബ് എന്ത് ചെയ്യുന്നത്, പോകുന്നത്. അതുവരെയും പ്രവാചകനോടൊപ്പം പ്രവാചകനിൽ വിശ്വസിച്ചിട്ടില്ല എങ്കിലും പ്രവാചകന് പിന്തുണ നൽകിയ ഒരു എളാപ്പന്റെ പേരായിരുന്നു അബൂ ത്വാലിബ് എന്ന് നമ്മൾ അറിയണം. ഖദീജ ബീവി ഉൾപ്പെടെയുള്ള ഭാര്യമാരുടെ പ്രിയതമനായിരുന്നു. ഒന്നുകൊണ്ട് തന്നെ എന്താ ചെയ്യുക എന്ന് ചിന്തിക്കണ മനുഷ്യന്മാർ അന്നത്തെ കാലത്ത്. നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂലിനെ കുറിച്ച് എല്ലാവരും ഒരേ വാചകത്തിൽ പറഞ്ഞത് നല്ല സർട്ടിഫിക്കറ്റ് കൊടുത്ത ആളാണ്, നല്ല ഭർത്താവാണ് എന്നുള്ളതാണ്. അങ്ങനത്തെ എല്ലാവരുടെയും കളിക്കൂട്ടുകാരനായ തോഴനായിരുന്നു
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. വിശിഷ്യ ഖദീജാബിയുടെ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്. ഖാസിമും അബ്ദുള്ളയും ഇബ്രാഹിമും സൈനബും റുഖിയയും ഉമ്മു കുൽസൂമും ഫാത്തിമയും ഇവരുടെ പ്രിയപ്പെട്ട പിതാവായിരുന്നു നമ്മുടെ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസനിൻ്റെയും ഹുസൈനിൻ്റെയും പ്രിയപ്പെട്ട വല്യാപ്പ കൂടിയായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെയാണ് ഒറ്റ നോട്ടത്തിൽ വരുമ്പോൾ. നോക്കൂ, നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താന്ന് ചോദിച്ചാൽ, ഈ പ്രവാചകനെ കുറിച്ച് മുൻഗാമികൾ പറഞ്ഞത് എന്താണെന്നറിയാം. കുന്നാ നുഅല്ലിമു മആസി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസറായ കമാ നുഅല്ലിമു അസ്സൂറ മിനൽ ഖുർആൻ. ഖുർആനിൽ നിന്നും സൂറത്തുകൾ പഠിക്കുന്നത് പോലെ ഞങ്ങൾ പ്രവാചകന്റെ ചരിത്രങ്ങൾ പഠിക്കാറുണ്ടായിരുന്നു എന്നാണ്. നമുക്കത് അന്യം നിന്ന് പോയതുകൊണ്ടാണ് നമ്മളൊക്കെ പലപ്പോഴും പ്രവാചക സ്നേഹത്തിന്റെ പേരിൽ നാട്ടിൽ പല പല കോപ്രായത്തങ്ങളും കാട്ടിക്കൂട്ടിയത്. മുൻഗാമികള് ഖുർആൻ പഠിക്കുന്നത് പോലെ പ്രവാചകന്റെ ചരിത്രം പഠിച്ചിരുന്നു എന്നാണ്. ഖുർആൻ നമ്മൾ എങ്ങനെ പഠിക്കുക? ഇരുന്ന് ഊതി പഠിക്കലാണ്, അല്ലേ? ഖുർആൻ ഓതി പഠിക്കലാണ്, ആശയാഴ്ചയിലും ഇരുന്ന് പഠിക്കലാണ് എന്നതുപോലെ നമ്മളിപ്പോ കേട്ടുപോവലും പഠിക്കലും രണ്ടാണ്. ഞങ്ങള് വിശുദ്ധ ഖുർആനിൽ നിന്നും സൂറത്തുകൾ പഠിക്കുന്നത് പോലെ പ്രവാചകന്റെ ജീവിത ചരിത്രം പഠിച്ചിരുന്നു എന്നാണ്. എന്നിട്ട് എന്തിനാ അതെന്ന് ഈമാൻ പൂർത്തിയാകാൻ പോലും അള്ളാന്റെ റസൂലിന്റെ ചരിത്രം പഠിക്കണം എന്നാ പണ്ഡിതന്മാരും പറയാം. പക്ഷെ നമ്മളിൽ നിന്ന് എന്നോ പതിയെ അത് പോയപ്പോ പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങി എന്നുള്ളത്. അതാണ് പ്രവാചകന്റെ ചരിത്രം. ആ പ്രവാചകനെ കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞത്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നല്ലതായ ഒരു മോഡല് നിങ്ങൾക്ക് ഈ പ്രവാചകനിൽ ഉണ്ടെന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നു. ആരായിരുന്നു പ്രവാചകൻ എന്ന് ചോദിച്ചാൽ, എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന നമുക്കും പറയുന്ന എനിക്കും ഉപകാരപ്പെടുന്ന ഒരു ഭാഗം പ്രവാചകന്റെ ജീവിതത്തിൽ നിന്ന് എടുക്കാൻ തോന്നുന്നു. നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് പ്രവാചകനെ. എനിക്ക് തോന്നുന്നു നമുക്ക് കുടുംബത്തിന്റെ അകത്ത് ജീവിക്കുന്ന നമ്മൾ എന്നുള്ള നിലക്ക്, കുടുംബനാഥന്മാർ എന്നുള്ള നിലക്കോ കുടുംബത്തിലെ മെമ്പർ എന്നുള്ള നിലക്കോ എനിക്ക് തോന്നുന്നു ആരായിരുന്നു പ്രവാചകൻ എന്ന ചോദ്യത്തിന് ഏറ്റവും ഭംഗിയായി നമ്മുടെ സദസ്സിന് ചേർന്ന് പറയാൻ പറ്റിയൊരു മറുപടി, ഒരു അടിപൊളി കുടുംബനാഥനായിരുന്നു നമ്മുടെ പ്രവാചകൻ എന്നുള്ളതാണ്. ഒരു അടിപൊളി പ്രവാചകനായിരുന്നു, നമ്മുടെ ഒരു കുടുംബനാഥനായിരുന്നു നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നുള്ളതാണ്. ലോകത്തിലുള്ള മുഴുവൻ ആളുകളെയും അള്ളാഹുവിന്റെ ഏറ്റവും വലിയ കാരുണ്യമായ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള കാരണക്കാരൻ. അള്ളാഹിന്റെ റസൂലില്ലെങ്കിൽ നമുക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയില്ല. പലപ്പോഴും പല ആളുകളും ഇപ്പൊ ഇന്നലെ കാഞ്ഞങ്ങാട് പോയി തിരിച്ചു പോരുമ്പോ ഒപ്പമുള്ള രണ്ടാളുകള് റെയിൽവേ നോമ്പ് തുറ കഴിഞ്ഞൊരല്പസമയം അപ്പൊ അവരിന്റെ പിന്നെ വണ്ടി കയറ്റാൻ വേണ്ടി കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ വന്നിരുന്നു. അപ്പോ ഇന്ന് ഹദീസ് നിഷേധ രംഗത്തും ഹദീസ് തന്നെ വേണ്ട, എല്ലാ മതവും സത്യം തന്നെയാണ് എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ അയാളെ കുറിച്ചിട്ട് പറഞ്ഞു, ഇവിടുത്തെ ഒരു പള്ളിയിലെ ഖത്തീബായിരുന്നു, ഒരു കാലത്ത് തിളങ്ങി നിന്നിരുന്ന ഒരു മനുഷ്യനായിരുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ആളെ, ഞാൻ അയാളെ പേര് പറയുന്നില്ല. എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് എന്തിനാന്ന് വെച്ചാൽ, ആ റസൂലില്ലാതെ ഹദീസൊന്നും വേണ്ട, ഖുർആൻ മാത്രം മതി എന്ന് പറയുന്ന കുറെ മനുഷ്യന്മാരുണ്ട്. അവര് പറയുന്നത് എന്താന്ന് വെച്ചാൽ പ്രവാചകം വേണ്ട എന്നാണ്. പച്ചക്ക് ഹദീസ് വേണ്ട എന്ന് പറഞ്ഞ പ്രവാചകം വേണ്ട എന്നാണല്ലോ. എന്ന് പറഞ്ഞാൽ ഹദീസ് ഇല്ലാതെ, പ്രവാചകൻ ഇല്ലാതെ നമുക്ക് സ്വർഗത്തേക്ക് പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ റഹ്മത്തുൽ ലിൽ ആലമീൻ, ലോകർക്ക് കാരുണ്യമായി അള്ളാഹു പറഞ്ഞയച്ചത്, അള്ളാന്റെ കാരുണ്യമാകുന്ന സ്വർഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാനുള്ള എല്ലാ വഴികളും തുറന്നു തന്ന പ്രവാചകനാണ്. ആ പ്രവാചകനെയും പ്രവാചകന്റെ അധ്യാപനങ്ങളും ഇല്ലാതെ നമുക്ക് സ്വർഗത്തേക്ക് പോകാൻ കഴിയില്ല. കൂടെയുള്ളവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കെയർ ചെയ്തിരുന്ന, സംരക്ഷിച്ചിരുന്ന, സ്വർഗപാതയിലേക്ക് ഹിക്മത്തോടുകൂടി വഴി തെളിയിച്ചിരുന്ന ചില ചരിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ കുടുംബത്തിന്റെ അകത്ത് പ്രവാചകൻ എടുത്ത പണി നമുക്കൊരു മാതൃകയാകും എന്നുള്ള നിലക്ക് ഞാനൊന്ന് പറഞ്ഞു പോകാൻ ശ്രമിക്കുകയാണ്. നോക്കൂ, നിങ്ങൾ ആദ്യം നമ്മളെപ്പോഴും കേൾക്കുന്ന സംഗതി, ഉപ്പന്റെ സ്ഥാനത്ത് നിന്ന് അബൂ ത്വാലിബിന് സ്വർഗം വാങ്ങിക്കൊടുക്കാൻ റസൂലുള്ളാഹി ശ്രമിക്കുന്നുണ്ട്. നോക്കിങ്ങള്, ഒരു കുടുംബത്തിന്റെ അകത്ത് നിന്ന് ഒരു കുടുംബനാഥൻ എങ്ങനെയാവണം എന്ന് പഠിപ്പിച്ചിരുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ അബൂ ത്വാലിബ് പ്രവാചകന്റെ ഉപ്പയുടെ സഹോദരനാണ്. അബൂ ലഹബും പ്രവാചകന്റെ ഉപ്പയുടെ സഹോദരനാണ്. അബ്ബാസും പ്രവാചകന്റെ ഉപ്പയുടെ സഹോദരനാണ്. ഹംസയും പ്രവാചകന്റെ ഉപ്പയുടെ സഹോദരനാണ്. ഇനിയും എണ്ണാണ്ട്. ഞാൻ ഈ 4 എണ്ണിയതിൽ 2 ഇസ്ലാം സ്വീകരിച്ചവരാണ്.
രണ്ടാൾ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. ആ ഇസ്ലാം സ്വീകരിക്കാത്ത രണ്ടാളുകളിൽ ഒരാൾ അനുഭാവിയായിരുന്നു, ഒരാൾ അപ്പുറത്ത് നേരെ പച്ചക്ക് ശത്രുവായിരുന്നു. ഒരു കുടുംബത്തിന്റെ അകത്തെ കഥയാണ് പറയുന്നത് കേട്ടോളി. ഈ 4 എളാപ്പമാരെ മാത്രം എടുത്ത ഉപ്പന്റെ സഹോദരന്മാരെ എന്ന് പറഞ്ഞാൽ മരിച്ചുപോയ ഉപ്പന്റെ സ്ഥാനത്ത് നിൽക്കേണ്ട 4 ആളുകൾ. അതിൽ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് ഇസ്ലാം സ്വീകരിച്ചു, ഹംസ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചു. എന്നാൽ അബൂ ലഹബ് ശത്രുപക്ഷത്ത് നിന്നു. അതേ സമയത്ത് അബൂ ത്വാലിബ് പ്രവാചകൻ ഇസ്ലാം സ്വീകരിച്ചില്ല, പ്രവാചകന് സപ്പോർട്ടായി നിന്നു. ഈ 4 ആളുകളോടും പ്രവാചകന്റെ ഇടപെടലുകളും ഒരു തന്റെ വാപ്പയുടെ സഹോദരങ്ങൾ എന്നുള്ള നിലക്കുള്ള നിലനിൽപ്പുണ്ട്. അനുഭാവിയായ അബൂ ത്വാലിബിനോടുള്ള ഇടപാട് നമുക്കറിയാം, ചരിത്രം വിശദീകരിച്ചു. കാരണം എല്ലാ നിലക്കും പിന്തുണച്ച വ്യക്തിയായിരുന്നു പ്രവാചകൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സ്വർഗം വാങ്ങിക്കൊടുക്കാനുള്ള ശ്രമങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തി. അതാണ് നമ്മൾ കണ്ടത്. എപ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ സ്വർഗത്തേക്ക് എന്തുള്ളൂ പോവുള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കണം എന്നുള്ളതുകൊണ്ട് എളാപ്പന്റെ അടുത്ത് നിന്ന്, എളാപ്പ എന്ന് പറഞ്ഞാൽ വളർത്തുപ്പയായിരുന്നു. എളാപ്പന്റെ അടുക്കൽ വന്നിങ്ങനെ പറഞ്ഞു. പക്ഷെ അള്ളാഹ് തൗഫീഖ് കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് അള്ളാഹ് തിരുത്തിയത്. ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത. നബി, ഇത് നിങ്ങൾ വിചാരിച്ചൊരു കൊടുക്കാൻ പറ്റിയൊരു സാധനം അല്ല കേട്ടോളി, ഇത് അള്ളാഹ് വിചാരിച്ചൊരുക്കാനാ. നമ്മളെ നാട്ടുകാർക്ക് ഒന്നുകൂടി ബോധ്യം ഉണ്ടാവണം. കാരണം എന്താന്ന് വെച്ചാൽ പലപ്പോഴും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തേടുന്നവർക്കുള്ള തിരിച്ചറിവാണ്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അങ്ങനെ ഒരു കഴിവുണ്ടായിരുന്നെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ ആദ്യം രക്ഷപ്പെടുത്തി കൊണ്ടുവരിക തന്റെ എളാപ്പനെ തന്നെയായിരുന്നു എന്ന് ചരിത്രം നമുക്ക് മനസ്സിലാക്കാൻ. പക്ഷെ കഴിയില്ല. അബൂ ലഹബാണ് ആദ്യം പ്രവാചക നിന്ദ നടത്തിയത്. എല്ലാവരെയും സഫാ കുന്നിലേക്ക് വിളിച്ചു കയറ്റി. സഫാ കുന്നിനൊരു പ്രത്യേകത ഉണ്ട് എന്നാണ്. കാരണം മക്കയില് വേറെ കുന്നുകൾ ഇല്ലാത്തോണ്ടല്ല സഫാ കുന്നിലേക്ക് റസൂലുള്ള വിളിച്ചു കയറ്റിയത്. സഫാ കുന്ന് എന്ന് പറഞ്ഞാല് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം പറയാൻ വേണ്ടി തെരഞ്ഞെടുക്കുന്ന കുന്നാണ്. ബാക്കി അവിടെ മലകളും കുന്നുകളും കയറി നിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്. പക്ഷെ സഫാ കുന്നിലേക്ക് പ്രവാചകൻ ഓടിക്കേറിയപ്പോൾ പ്രവാചകന്റെ പിന്നാലെ സഫാ കുന്നിന്റെ താഴെ ആളുകൾ അണിനിരന്നതിന്റെ പിന്നിൽ ഒന്നാണ് ഞങ്ങളുടെ മുഹമ്മദാണ് കയറുന്നത്. പ്രവാചകത്വം കിട്ടിയിട്ടേ ഉള്ളൂ, കിട്ടിയതിനുള്ള വാർത്ത അറിയിക്കാനാണ് കയറുന്നത്. ഞങ്ങളാളാണ് കയറുന്നത്, അല്ലമീനാണ് കയറുന്നത്. രണ്ടാമത്തത് സഫാ കുന്നിലാണ് കയറുന്നത്. അതിനൊരു ഇമ്പോർട്ടന്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും അണിനിരന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആമുഖം കൊടുത്തു, പ്രസംഗത്തിന് ആമുഖം കൊടുത്തു. ഈ മലക്കപ്പുറത്ത് നിന്ന്, പർവ്വതത്തിന്റെ അപ്പുറത്ത് നിന്ന് നിങ്ങളുമായി യുദ്ധം ചെയ്യാൻ സായുധ സജ്ജരായ ഒരു ടീം വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നായിരുന്നു. അവർ ഒന്നടങ്കം പറഞ്ഞു, ഞങ്ങൾ എന്തിനാ വിശ്വസിക്കണം. കാരണം അതായിരുന്നു അവരുടെ നിലപാട്. പ്രവാചകന്റെ വിലയാണ് അവിടെ ആ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുക. ഞങ്ങൾ വിശ്വസിക്കുമെന്നായിരുന്നു. പിന്നെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാര്യങ്ങൾ പറയുന്നത്. ആഖിറത്തും തൗഹീദൊക്കെ ഇങ്ങനെ പറയുന്നത്. ആരും മിണ്ടിയിട്ടില്ല. കാരണം മനസ്സിൽ സംഘർഷങ്ങൾ നടക്കുന്നുണ്ട്. എല്ലാവരുടെയും മനസ്സിൽ സംഘട്ടനം നടക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് കാരണവന്മാരാൽ ആരാധിക്കപ്പെട്ടു പോരുന്ന ഞങ്ങളുടെ പാരമ്പര്യ ദൈവങ്ങൾ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഞങ്ങളെ മുഹമ്മദ്. ഓലെ മനസ്സിലിങ്ങനെ സംഘട്ടനം നടക്കുകയാണ്. ആ സംഘട്ടനങ്ങളുടെ ഇടയിൽ നിന്നാണ് അബൂ ലഹബ് എന്ന പ്രവാചകന്റെ പിതൃവ്യൻ, പ്രവാചകന് സംരക്ഷണം നൽകേണ്ട പ്രവാചകന്റെ കുടുംബക്കാരൻ, പ്രവാചകന്റെ ബാപ്പന്റെ സഹോദരൻ. ബാപ്പ മരിച്ചാൽ ആൺമക്കളാണെങ്കിൽ സ്വത്ത് സഹോദരന്മാർ, പെൺമക്കളാണെങ്കിൽ സ്വത്ത് വാപ്പന്റെ സഹോദരന്മാർക്ക് പോണത്. പിന്നെ സംരക്ഷിക്കേണ്ടത് ആരാണ്? ബാപ്പല്ലെങ്കിൽ എളാപ്പാരും മൂത്താപ്പാരുമാണ് ബാപ്പന്റെ സ്ഥാനത്ത് നിൽക്കേണ്ടത്. അങ്ങനെ സ്ഥാനത്ത് നിൽക്കേണ്ട അബൂ ലഹബ് എണീറ്റ് നിന്ന് പറഞ്ഞ ആദ്യത്തെ വാചകമാണ് ലോകത്തിലെ ആദ്യത്തെ പ്രവാചക നിന്ദയുടെ വാചകം. തബ്ബല്ലക് യാ മുഹമ്മദ് അലിഹാദാ ജമഅതനാ. മുഹമ്മദേ, നിനക്ക് സർവനാശം, ഇതിനാണോ നീ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടിയത് എന്നായിരുന്നു. ലോകത്തിന്റെ മുമ്പിൽ പ്രവാചകന്റെ കുടുംബത്തിൽ നിന്ന് പ്രവാചകനെ ചേർത്ത് പിടിക്കേണ്ട വ്യക്തിയാണ് ആദ്യം പ്രവാചകൻ നിന്ദ നടത്തിയത്. അബൂ ലഹബാണ്. ശത്രുപക്ഷത്ത് നിൽക്കുന്ന എത്രത്തോളം അറിയ പ്രിയപ്പെട്ടവരെ, അബൂ ലഹബിന്റെ മക്കള് തൊലാക്ക് ചെല്ലുന്നുണ്ട്, ഭാര്യമാര്, പ്രവാചകന്റെ മക്കള്. എന്നാൽ അത്രയും ക്രൂരമായ മാനസിക പീഡനങ്ങളെ. പക്ഷേ ആ അബൂ ലഹബിനോടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചൊരു നിലപാടുണ്ട്. അബൂ ലഹബിനെയും പതിയെ ഇസ്ലാമിന്റെ തീരത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ മാന്യമായി എതിർപക്ഷത്തുള്ള മനുഷ്യനോടും തന്റെ ആശയപരമായി എതിർചേരിയിലുള്ളവനോടും കൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹത്തോടെ തന്റെ ആശയത്തിലേക്കും ആദർശത്തിലേക്കും
കൂട്ടിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ പ്രവാചകന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ അബൂ ത്വാലിബ് ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞ അബൂ ത്വാലിബ് ഇസ്ലാം സ്വീകരിക്കാൻ തൗഫീക്ക് ലഭിച്ചില്ല. പക്ഷേ റസൂലുള്ളാഹി അബൂ ത്വാലിബിന്റെ അടുത്ത തലമുറയെ പിടിക്കുന്നുണ്ട്. നോക്കിങ്ങൾ, ആരാ? അലി ഇബ്നു അബീ ത്വാലിബ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ എളാപ്പന്റെ പുത്രനാണ് അലി ഇബ്നു അബീ ത്വാലിബ്. കുട്ടികളുടെ കൂട്ടത്തിൽ ആദ്യം വിശ്വസിച്ച ആളാരാ? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു. ഇന്നലെ പള്ളിയിൽ ഇരുന്നിട്ട് ഒരാളിങ്ങനെ പറഞ്ഞു, വാപ്പാരൊക്കെ പലപ്പോഴും ശിർക്ക് ചെയ്യുന്നുണ്ടാവും, ഞങ്ങളെ കുട്ടികളൊക്കെ ശിർക്ക് ചെയ്യാതെ വളർന്നു വന്ന ആൾക്കാരാണ്. അലി റളിയല്ലാഹു അങ്ങനെയാണല്ലോ, കാരണം അലി റളിയല്ലാഹുവിന്റെ ബാപ്പ എന്താണ് ശിർക്കിന് ചെയ്യാൻ സാധ്യത ഉള്ള ഒരാളാണ്. എന്നാൽ അലി റളിയല്ലാഹു ആദ്യം ഇസ്ലാം സ്വീകരിച്ചു. കാരണം മൂപ്പർക്ക് ശിർക്കിന്റെ ഒരു തൊട്ട് തോണ്ടൽ കൂടി എന്ത് ചെയ്തിട്ടില്ല, വന്നിട്ടില്ല എന്ന് ഇന്നലെ പറഞ്ഞു. എന്ന് പറഞ്ഞതുപോലെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു പ്രവാചകൻ ഏറ്റെടുക്കുകയാണ്. നോക്കിങ്ങള്, അടുത്തൊരു തലമുറയെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എളാപ്പനോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ്. കാരണം കുറെ മക്കളുള്ള എളാപ്പക്ക് താങ്ങാൻ കഴിയാവുന്നതിലപ്പുറമുണ്ടെന്ന് മനസ്സിലാക്കുന്നിടത്തുനിന്നാണ് അലി റളിയല്ലാഹുവിന്റെ സംരക്ഷണം, തർബിയത്ത് ആരേറ്റെടുക്കുന്നത്? നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റെടുക്കുന്നത്. പിന്നെ അലിയാർ തങ്ങൾ ആരായിരുന്നു, ആരാണ് അലിയാർ തങ്ങൾ എന്ന് പിന്നെ നമ്മൾ ചരിത്രത്തിൽ നിന്ന് വായിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അലിയാർ തങ്ങളാണ് 4ാമത്തെ ഖലീഫയായി വരുന്നതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികൾക്കിടയിൽ പല സ്ഥാനമാനങ്ങളും നൽകി അതിനർഹനായ ഒരു വ്യക്തിയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറഞ്ഞു വരുന്നത് പ്രിയപ്പെട്ടവരെ, നമ്മളെ കുടുംബത്തിൻ്റെ അകത്ത് പലപ്പോഴും നമ്മൾ എടുക്കാതെ പോയ ചില പണികളുണ്ട്. ആ പണികളിൽ വലിയൊരു മാതൃക കാണിച്ചു തന്നൊരു പ്രവാചകൻ നമുക്കുണ്ട്. കുടുംബത്തിൻ്റെ അകത്ത് വെറും എല്ലാ തോന്നിയാസങ്ങൾക്കും കൂട്ടുനിൽക്കുന്ന ആളുകളല്ല നമ്മൾ. തോന്നിയാസങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് സ്നേഹത്തോടു കൂടി സ്വർഗപാതയിലേക്ക് തന്റെ കൂടപ്പറപ്പുകളെ കൊണ്ടുവരേണ്ട ഒരു ഡ്യൂട്ടി കൂടി നമുക്കുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ചോളൂ, ഹംസ റളിയല്ലാഹു അൻഹു മരിക്കുന്നൊരു യുദ്ധമുണ്ട്. ആ യുദ്ധത്തിന്റെ പേരേതാന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ പിന്നെ ഹംസ റളിയല്ലാഹു അൻഹു ഉഹദ് യുദ്ധത്തിലാണ് ആര് കൊല ചെയ്യപ്പെടുന്നത്? ഹംസ റളിയല്ലാഹു അൻഹു കൊല ചെയ്യപ്പെടും. അതും ഒരു ചതിയിലൂടെയാണ് ആ കൊലപാതകം. പ്രവാചകന് ഏറ്റവും സങ്കടമുണ്ടായിരുന്ന, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വല്ലാത്ത പ്രയാസം ഉണ്ടായിരുന്ന, എത്രത്തോളം എന്ന് ചോദിച്ചാല് ആ ഇസ്ലാം ചരിത്രത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാല്, ആ ഹംസ റളിയല്ലാഹു അൻഹു കൊല ചെയ്ത വ്യക്തികൾ പിന്നീട് ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. അവർ ഇസ്ലാം സ്വീകരിക്കാൻ വരുമ്പോൾ പോലും റസൂലുള്ളാഹിന്റെ സങ്കടം തീർന്നിട്ടില്ല എന്നാണ്. ഇസ്ലാം സ്വീകരിച്ച എല്ലാം കഴിഞ്ഞു എന്നാണ്, പക്ഷെ റസൂലുള്ളാഹിന്റെ സങ്കടം ഹംസ റളിയല്ലാഹുവിന്റെ കൊലപാതകത്തിന് ശേഷം തീരുന്നില്ല. ആ സ്നേഹം നോക്കിങ്ങൾ, ഹംസ റളിയല്ലാഹു ഇസ്ലാം സ്വീകരിക്കുന്ന ചില രംഗങ്ങളും ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷമുള്ള ചില രംഗങ്ങളും നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. കാരണം ധീരനായ ഉമർ റളിയല്ലാഹു ഹംസ റളിയല്ലാഹു മുന്നിൽ നിന്നപ്പോഴാണ് മക്കയിൽ കുറച്ച് ശക്തി ദുർബലരായ സ്വഹാബികൾക്ക് വരുന്നത്. വരും നബി, മക്കയുടെ ചാരത്ത് ചെന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത് ഉമറും ഹംസയും ഒക്കെ മുന്നിൽ നിന്നുകൊണ്ടാണ്. അന്നേ വരെ ആര് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാലും ഓനെ പിന്നെ എടുത്തുകൊണ്ടുവരേണ്ട അവസ്ഥയായിരുന്നു. പക്ഷേ ഹംസയും ഉമറും മുന്നിൽ നിന്നുകൊണ്ട് പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഒരു മനുഷ്യൻ എടുത്തിട്ടില്ല എന്നാണ്. അതാണ് അവരുടെ പിന്നെ തൻ്റെ ഇടവും തേരുന്നത്. ആ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ വിയോഗത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാത്ത വേദനയുണ്ടായിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ വേറെ ഇസ്ലാം സ്വീകരിച്ച ഒരു എളാപ്പയായിരുന്നു അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു. അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു ഒരു ആയത്തിറങ്ങി, എന്ന് പറഞ്ഞാൽ പലിശ ഹറാമാക്കിയ ആയത്തിറങ്ങി. ആദ്യം പലിശയൊക്കെ ഉണ്ടായിരുന്നു ഓലയുടെ ഇല, പക്ഷെ പലിശ ഹറാമാക്കിയ ആയത്തിറങ്ങി. റസൂലുള്ളാഹി തുടങ്ങുന്നത് എവിടുന്നാണെന്നറിയോ? ആ നിയമം നടപ്പിലാക്കാൻ തുടങ്ങുന്ന കുടുംബത്തിൽ നിന്നാണ്. എന്ന് പറഞ്ഞാൽ അബ്ബാസ് റളിയല്ലാഹു അൻഹു പലിശക്ക് പണം കൊടുക്കുന്ന ഒരാളായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇനി മുതലൊക്കെ കിട്ടി, ബാക്കിയുള്ളതൊന്നും ഇനി കിട്ടേണ്ടതില്ല, ഞാൻ എൻ്റെ എളാപ്പൻ്റെത് മുതലാണ് നടപ്പിലാക്കുക. എളാപ്പനെ ശുദ്ധീകരിച്ചിരിക്കുകയാണ് കുടുംബത്തിൻ്റെ അകത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതോട് പ്രിയപ്പെട്ടവരെ, ഒരു ദീനുള്ള ഒരാൾ, പണ്ട് പറയാറുണ്ട്, ഒരു മുജാഹിദോ ഒരു സലഫിയോ അല്ലെങ്കിൽ ഒരു തൗഹീദുള്ളവനോ ഒരു നാട്ടിലുണ്ടായാൽ ആ നാട്ടിന്റെ വെളിച്ചാന്ന് പറയാറുണ്ട്. അത് കുടുംബത്തിലും അങ്ങനെ തന്നെയാണ്. കുടുംബത്തില് ആദ്യകാലത്തൊക്കെ, നിങ്ങളെ നാട്ടിലുണ്ടോന്ന് അറിയില്ല, നമ്മളെ നാട്ടിലൊക്കെ ആദ്യം ഈ സംഗതിയൊക്കെ സ്വീകരിച്ച് പോന്ന മനുഷ്യന്മാരൊരു ബഹിഷ്കരിക്കലുണ്ട്. പിന്നെ ഒരു ജീവിച്ച് കാണിച്ചു കൊടുക്കല, പറയലല്ല, വാഴ്ന്നു പറയലല്ല, ഓലൻ ജീവിക്കലാണ് കുടുംബത്തിൽ. പിന്നെ ഓലില്ലാത്ത കുടുംബത്തിൽ ഒരു ഫംഗ്ഷനും നടക്കലില്ല. അന്നത്തെ കാലത്തെ ബഹിഷ്കരണത്തെ കുറിച്ച് പിന്നീട് അവർ സങ്കടം പറയലുണ്ട് കുടുംബക്കാർ. സംഗതി ഓൻ അതൊക്കെ തന്നെയാണ്, പക്ഷെ ഓനില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറയും. അതെന്താണെന്നറിയോ? അതാണ് ഈ പ്രവാചകന്റെ മാതൃക. പ്രവാചകനെ ബഹിഷ്കരിച്ചിടത്ത് നിന്ന് ഇനി ഇത് സ്വീകരിച്ചിട്ടില്ല എങ്കിലും പ്രവാചകനെ അംഗീകരിച്ച് പ്രവാചകനെ ചേർത്ത് വെച്ചൊരിടത്തേക്കാണ്
ആരായിരുന്നു എൻ്റെ പ്രവാചകൻ എന്ന് ചോദിക്കുമ്പോൾ ഈ പ്രവാചകനെ നമ്മൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോണ്ടല്ലോ, നമ്മളെ കുടുംബത്തിൽ ഒരാളും അത് ദീനുണ്ടാവാൻ, ആ ദീനുള്ളവനോടാവും പിന്നെ തീരുമാനങ്ങൾ, അഭിപ്രായങ്ങൾ ചോദിക്കണതും തീരുമാനം എടുക്കുന്നതും പിന്നെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നാൽ സംസാരിക്കുന്നതും സൊല്യൂഷൻ ഉണ്ടാക്കി കൊടുക്കണമൊക്കെ ഓനാവും. അതുകൊണ്ട് ദീനുള്ളൂ എന്നുള്ളതിൻ്റെ പിന്നെ ഒരു അടയാളം കൂടിയാണ്. ബാക്കിയുള്ളവരൊക്കെ നമ്മളിലേക്ക് എന്ത് ചെയ്യും, ഇങ്ങോട്ട് വരും എന്നുള്ളത് കൂടി ഇതിൻ്റെ തെളിവാണ്. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു ജീവിതം തുടങ്ങി. ഇനി എന്തില്ല, ശുദ്ധീകരിക്കുക. കാരണം പലിശ എന്ന് പറഞ്ഞാൽ അള്ളാഹിനോട് റസൂലിനോട് യുദ്ധം ചെയ്യലാണ്. ഇനി ആ സംഗതി ഇല്ല എന്നാണ് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിനെ ചേർത്ത് പിടിച്ച് ശുദ്ധിയാക്കി അത് നടപ്പിൽ വരുത്താൻ തുടങ്ങുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ, നമ്മൾ ജീവിക്കുന്ന കുടുംബത്തിൻ്റെ അകത്തെ ശുദ്ധി വരുത്തേണ്ട ആളുകളാണ് നമ്മളെന്ന് പ്രവാചകന്റെ ഈ ഒരു മാതൃക നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. നിങ്ങൾ ആലോചിക്കും, ഞാൻ ഇപ്പോൾ എളാപ്പാരെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഇനി ഭാര്യമാരുടെ ജീവിതത്തേക്ക് വന്നു നോക്കിയും ആയിഷ ബീവി, ഞാൻ പറയാം, പലപ്പോഴും എന്താന്ന് വെച്ചാൽ ഒരു പുരുഷന്മാരുടെ ഒരു പൊതു സ്വഭാവം എന്താന്ന് വെച്ചാൽ ഇഞ്ഞോളൊന്നും നന്നാവൂല എന്ന് പറഞ്ഞ് എഴുതി തള്ളുന്നവരുണ്ട്. പരാതികൾ പറയുന്നതിനപ്പുറം നമ്മൾ നടത്തേണ്ട ഇടപെടലുകൾ നോക്കി. നിങ്ങൾ ആയിഷ ബീവി ഒരിക്കല് പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു പിന്നെ ഭാര്യ സുഫിയ ബീവിയാണ് എന്നാണ് എൻ്റെ ഓർമ്മ. സുഫിയ ബീവി ശാരീരിക പ്രകൃതിയിൽ എന്താണ്, ഒരു കുറിയ ആളാണ്, കുറച്ച് നീളം കുറഞ്ഞ ഒരാളാണ്. സ്വാഭാവികമായിട്ടും ആയിഷ ബീവി ആണെങ്കിൽ ചെറുപ്പക്കാരിയാണ്, റസൂലുള്ളാഹിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ആളാണ്, നിന്റെ റസൂലാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ആൾ. അതുകൊണ്ട് തന്നെയാണ് ഖദീജ ബീവിനെ കുറിച്ച് പറയുമ്പോൾ കൂടി ആയിഷ ബീവിക്ക് ദേഷ്യം വന്നിരുന്നു എന്നാണ്. ആ ദേഷ്യം ആയിഷ ബീവി പ്രകടിപ്പിക്കുന്നുണ്ട് ഒരു വട്ടം എന്നാണ്. എത്രത്തോളം വെച്ചാൽ ഖുറൈശികളുടെ കൂട്ടത്തിലെ പടുകിളവിയായ ആ സ്ത്രീ പോയില്ലേ നബിയെ, നിങ്ങൾക്ക് അതിനേക്കാൾ നല്ലൊരുത്തിനെ, ആയിഷ ബീവി സ്വന്തം പറയുന്നത്, നിങ്ങൾക്ക് അതിനേക്കാൾ നല്ലൊരുത്തിനെ എന്നിലൂടെ നിങ്ങൾക്ക് കിട്ടിയില്ലെന്നാണ്. റസൂലുള്ളാഹിന്റെ മുഖം ചോർത്തു എന്നാണ്. റസൂലുള്ളാഹിന്റെ മുഖം ചോർത്തു എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്നാണ് ഖദീജ ബീവിയുടെ പോരിശൽ പറഞ്ഞതാണ്. ആയിഷ ബീവി പിന്നെ പറയുന്നുണ്ട്, ഞാൻ പിന്നെ എന്ത് ചെയ്തിട്ടില്ല, ഖദീജ ബീവിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല എന്നാണ്. കാരണം അത്രത്തോളം റസൂലുള്ളാഹിന്റെ മുഖം ചോർത്തത് ഞാൻ മനസ്സിലാക്കി എന്നാണ്. അപ്പൊ ആയിഷ ബീവിന്റെ ഒരു പ്രകൃതമുണ്ട്, പൊതുവെ സ്ത്രീകളൊരു പ്രകൃതമുണ്ട്. അതിൽ കൂടി ആയിഷ ബീവി ചെറുപ്പക്കാരിയാണ്, റസൂലുള്ളാഹിന്റെ കളിപ്പിക്കുന്ന ഒരു ഭാര്യ കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ആയിഷ ബീവി ഒരിക്കല് സഫിയ ബീവിനെ കുറിച്ച് ഒരു വേണ്ടാത്തൊരു വർത്താനം പറഞ്ഞുപോയി. വേണ്ടാത്ത വർത്താനം എന്ന് പറഞ്ഞാൽ ഒരു കളിയാക്കിക്കൊണ്ട് തസ്വീറ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ നാട്ടിൽ പറയാറ് കുള്ളത്തി, ഈ ഇത് കുറവുള്ള ആൾക്കാർ, നീളം കുറവുള്ള ആൾക്കാർ ഒരു വേർഡ് ഉപയോഗിക്കും. അങ്ങനെ കളിയാക്കി ആര് പറഞ്ഞു, ആയിഷ ബീവി പറഞ്ഞു. നോക്കിങ്ങള്, അത് ഭാര്യയാണ്, അവൾക്ക് സ്വർഗം വേണം. ഈ വാചകം പറഞ്ഞ് അള്ളാന്റെ അടുക്കലേക്ക് ചെന്നാൽ അതിന് ശിക്ഷയാണ് ഉണ്ടാവുക. ഭാര്യനെ തിരുത്തുകയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ലഖദ് ഖുൽതി കലിമ ലൗ മുസിജത് ബിമാഇൽ ബഹരി ലമസജതുഹു. ആയിഷ, ഈ പറഞ്ഞ വാചകം ഉണ്ടല്ലോ, അതെങ്ങാനും കടലിൽ കൊണ്ടുപോയി കലക്കിയാൽ കടലും കലങ്ങി പോകുമായിരുന്നു ആയിഷ എന്ന് റസൂലുള്ള തിരുത്തി കൊടുക്കുക. പിന്നീട് ആയിഷ അത് പറയാൻ പാടില്ല. ഭാര്യനെ തിരുത്തുകയാണ് പ്രിയപ്പെട്ടവരെ. സ്വന്തം ഭാര്യ, നിങ്ങൾ ആലോചിക്കും, ഞാൻ ഇപ്പം ഇതിങ്ങനെ പറയുമ്പോൾ എൻ്റെ ഭാര്യൻ്റെ ഒപ്പം കൂടിയിട്ട് എത്ര കൊല്ലായി എന്നുള്ള കണക്കിൻ്റെ അടുത്തുണ്ടാവും, നിങ്ങളെടുത്തും ഉണ്ടാവും. അത് ഇനി ഓൾക്ക് പരാതികളുണ്ട് എന്ന് നമ്മൾ നാട്ടുകാരോട് പറയുമ്പോഴേ അത് ആരെ കുറവാണെന്നറിയാം, ഓളെ കുറവല്ല. നമ്മളിപ്പം കൂടിയിട്ടും ഓൾക്ക് നന്നാൻ കഴിഞ്ഞാൽ നമ്മളെയും കൂടി കുറവാണല്ലോ. പലപ്പോഴും നമ്മളത് തിരിച്ചറിയാറില്ല. അതിനർത്ഥം എല്ലാവരും കുറവ് പറയുന്നവരാണെന്നല്ല, നല്ല ഭാര്യമാരെന്നാവും നമ്മുടെയൊക്കെ കൂടെ ഉണ്ടാവുക. എങ്കിൽ കൂടി ചില പരാതികളൊക്കെ നമ്മൾ പറയുന്നതിന്റെ മുമ്പ് നമ്മൾ എന്ത് പണിയാണ് എടുത്തത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് എന്നാണ്. ജുവൈരിയ ബീവി സുബഹിന്റെ സമയത്ത് ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുക. റസൂലുള്ളാഹിന്റെ ഒരു ഭാര്യയാണ്. റസൂലുള്ള നിസ്കാരം കഴിഞ്ഞപ്പോഴും, നിസ്കാരത്തെ സുബഹിന്റെ മുമ്പും ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. സുബഹി നിസ്കാരം കഴിഞ്ഞിട്ടും റസൂലുള്ളാഹിന്റെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴും ജുവൈരിയ ബീവി ഇങ്ങനെ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജുവൈരിയ ബീവിക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നമ്മളിതൊക്കെ ആലോചിക്കണം. കാരണം ഭർത്താവ് എന്ന് പറഞ്ഞാൽ വെറും തിന്നാൻ കൊടുക്കണോളും ഉടുക്കാൻ കൊടുക്കണവനും കുട്ടികളെ ഉണ്ടാക്കണവനും മാത്രമല്ല എന്ന് കൂടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക നമുക്ക് പഠിപ്പിച്ചു തരാണ്. അല്ലാണ്ട് റസൂല് ജുവൈരിയ ബീവിയോട് പറയാണ്, ജുവൈരിയ, ഇത്ര നേരം ചൊല്ലിയ ദിക്റിനേക്കാളും നമുക്ക് കൂലിട്ടുന്ന ഒരു കാര്യം, ഒരു 4 വാചകങ്ങൾ ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെ. അത് 3 തവണ ചൊല്ലുകയാണെങ്കിൽ ഇത്ര നേരം ചൊല്ലിയ ദിക്റിനേക്കാളും കനം അത് തൂങ്ങിട്ടോ എന്ന് റസൂലുള്ള പഠിപ്പിച്ചത്. നമ്മൾ ആരെങ്കിലും പ്രിയപ്പെട്ടവരെ നമ്മളെ പെണ്ണുങ്ങന്മാർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ ദിക്ർ? രാവിലെ ദിക്ർ ചൊല്ലാൻ വേണ്ടി അവരോട് പ്രേരിപ്പിച്ചിട്ടുണ്ടോ? എന്താ കടന്നുറങ്ങണ രാവിലെ നീച്ചൊന്നാ ദിക്ർ ചൊല്ലിക്ക, നമ്മളെ കുടുംബത്തിലെ വിളക്കൽ ഇജന്നെ എങ്ങനെ സുബീക്ക് കടന്നുറങ്ങി പിന്നെ എങ്ങനെ നമ്മൾ ചോദിച്ചിട്ടുണ്ടോ? അവിടെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് മാതൃക. റസൂലുള്ള പഠിപ്പിച്ചു കൊടുത്ത ദിക്റാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി
അദദ ഖൽഖിഹി വരിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമ. ഈ ദിക്റിനെ ഒരുപാട് വിശദീകരിക്കാൻ കിട്ടുള്ളൂ. കാരണം പവർഫുൾ ആയ ഒരു ദിക്റാണ്, ഭയങ്കര പവർഫുൾ ആയ ദിക്റാണ്. റസൂലുള്ള ഇത് ജുവൈരിയ ബീവിക്ക് പഠിപ്പിച്ചു കൊടുക്കും. നമ്മളെ അദ്കാർ സ്വബാഹിന്റെ കൂട്ടത്തിൽപ്പെട്ട ഒരു ദിക്റാണ്, രാവിലെ ചൊല്ലേണ്ട ദിക്ർ. റസൂലുള്ള ജുവൈരിയ ബീവിക്ക് പഠിപ്പിച്ചു കൊടുക്കുക. നിങ്ങൾ ആലോചിക്കുക, ഇങ്ങനെ സ്ത്രീകളെ, ഭാര്യമാരെ, കുട്ടികളുടെ ഉമ്മമാരെ തർബിയത്ത് ചെയ്തു കൊണ്ടുവന്ന് കുടുംബത്തിന്റെ ഒരു കെടാവളക്കായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ന്യൂനതകൾ ഉണ്ടാവും, അവർ സ്ത്രീകളാണ്, സ്വാഭാവികമായി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ റസൂലുള്ള പതിയെ പതിയെ ആ ന്യൂനതകൾ എങ്ങനെ തിരുത്തി കൊടുത്ത് അവർക്ക് കിട്ടേണ്ട ക്വാളിറ്റികൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് അവരെങ്ങനെ വളർത്തിക്കൊണ്ടുവരണം, വിശ്വാസപരമായി, കർമ്മപരമായി, സ്വഭാവപരമായി. നമുക്ക് ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് ഒരുപാടുണ്ട്. സൂറത്തു തഹരീമൊക്കെ വായിക്കുമ്പോൾ നമുക്കുണ്ട് കുറെ വായിക്കാനും സംഗതികളും ഉണ്ട്. ഭാര്യമാരെല്ലാവരും പാടെ കൂടിയിട്ട് പ്രവാചകന് എതിരെ നിന്നൊരു സംഭവമൊക്കെ നമുക്ക് ചരിത്രത്തിൽ വായിക്കാം. എല്ലാവരും പാടെ ഒന്നിച്ച് നിന്നിട്ട് ഓല അങ്ങോട്ടും ഇങ്ങോട്ടും രഹസ്യം കൈമാറിയിട്ട് പ്രവാചകന് ഒരു വേള ഓല് നമ്മളൊക്കെ പറയുന്ന പോലെ കൈകാര്യം ചെയ്തൊരു സംഭവമൊക്കെ ചരിത്രത്തിൽ വായിക്കാനുണ്ട്. അവിടെയൊക്കെ അള്ളാഹുവിന്റെ റസൂല് തിരുത്തുന്ന ചില തിരുത്തൽ രൂപങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആയിഷാ ബീവിയുമായി ബന്ധപ്പെട്ട വ്യഭിചാരാരോപണമൊക്കെ നമ്മൾ വായിക്കണം സൂറത്ത് നൂറിന്ന്. അവിടുന്ന് കിട്ടാനുള്ള കുറെ ഇബറാത്തുകൾ നമുക്കുണ്ട്, ഗുണപാഠങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂൽ എടുത്തിരുന്ന പണി പതിയെ കുടുംബത്തിന്റെ അകത്ത് ഇങ്ങനെ ഹിക്മത്ത് പ്രയോഗിക്കുകയാണ്. ഹിക്മത്ത്, ഭാര്യക്ക് ഒരു ഖുർആൻ ക്ലാസ് കേൾക്കാനുള്ള ഒരു അവസരം, ഓൾക്ക് ദീന് പഠിക്കാനുള്ള അവസരം. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിക്കും പ്രിയപ്പെട്ടവരെ, ഈ ഓൾക്ക് നിസ്കാരമില്ലാത്തൊരു കാലയളവ് വരാനുണ്ട്. നമ്മളൊക്കെ നമ്മളെ ദീനുമ്പോൾ നിൽക്കണമെന്ന് വെച്ചാൽ ആകെ നമ്മളെ കയ്യിൽ നിസ്കാരം. ഈ നിസ്കാരം കൂടി നമ്മളെ കയ്യിൽ നിന്ന് പോയി ആലോചിക്കും. 6-7 ദിവസത്തെ നിസ്കാരമില്ലാതെ ഒരു പെണ്ണ് ജീവിക്കുമ്പോൾ ഓലെ ഈമാനിന്റെ ഊർജവും ഓലെ ആവേശവും എവിടെയാണ് ഉണ്ടാവുക? അവരാണ് നമ്മളെ കുടുംബത്തിന്റെ വിളക്കായി നിൽക്കുന്നത്. അവരാണ് നമ്മളെ കുടുംബത്തിന്റെ അസ്വലി. നമ്മളെ മക്കളെ തർബിയത്ത് ചെയ്യേണ്ടല്ലോ ഓരാണ്. അവർക്ക് പ്രകൃതിയാൽ ഇങ്ങനത്തെ കുറച്ച് സംഗതികൾ അള്ളാഹ് സംവിധാനിച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് കിട്ടേണ്ടതിനേക്കാൾ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും. ഒരു പെണ്ണ് ഗർഭിണിയായ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഒരു പെണ്ണ് ഗർഭിണിയായാൽ പിന്നെ അവൾക്ക് ആരാധനകളുടെ വിഷയത്തിൽ മാത്രം എന്നല്ല, ഒരു ക്ലാസ് കേൾക്കാനും ഒരു ദീന് പഠിക്കാനും പിന്നെ എത്ര കൊല്ലം ഒരു കണ്ടിന്യൂഷൻ നഷ്ടപ്പെടുന്നുണ്ട് ആലോചിച്ചിട്ട്. ഇതെന്നൊക്കെയാണ് അവരെ നമ്മൾ റിക്കവർ ചെയ്ത് അവരെ സപ്പോർട്ട് ചെയ്ത്. എന്തിനാ അള്ളാഹുവിന്റെ റസൂല് സ്ത്രീകളോടൊപ്പം വീട്ടിന്റെ അകത്തെ പണികൾ എടുത്തിരുന്നു എന്ന് പറഞ്ഞത് എന്തിനായിരുന്നു പ്രിയപ്പെട്ടവരെ? അതിലൊക്കെ പ്രവാചകൻ ആരാണ് എന്ന ചോദ്യത്തിന് നമുക്ക് ഉത്തരം കിട്ടുന്നുണ്ട്. നമ്മളാണ് കുടുംബത്തിന്റെ അകത്ത് തർബിയത്ത് നടത്തേണ്ടത് എന്നാണ്. ഇനി മക്കളെ വിഷയത്തിലേക്ക് നോക്കി ആൺകുട്ടികൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നിട്ടില്ല. റസൂലുള്ളാഹിന്റെ സങ്കടമായിരുന്നു അത്. ജനിക്കുമ്പോൾ തന്നെ മരിക്കും, അല്ലെങ്കിൽ ഏറി വന്നാൽ ഒരു 1-2 വയസ്സാകുമ്പോഴേക്കും എന്ത് ചെയ്യും അല്ലേ? ആൺകുട്ടികള് റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ നിന്ന് പോയിട്ടുണ്ട്. പ്രവാചകൻ അതിന് സങ്കടം ഉണ്ടായിട്ടുണ്ട്. അതിനെ വെച്ചുകൊണ്ട് നാട്ടുകാർ കളിയാക്കിയിട്ടുണ്ട്. എന്ത് നിങ്ങൾ ആലോചിക്കില്ലെങ്കിൽ ഒരു ബാപ്പാക്ക് ആൺകുട്ടികൾ ഇങ്ങനെ ജനിക്കുമ്പോൾ തന്നെ മരിച്ചു. അതായത് നാട്ടില് റസൂലുള്ള ഓല ഭാഷ പറഞ്ഞ പുത്തൻവാദിയുമാണ്, പുതിയ മതവുമായി വന്ന ആളാണ്. ഇനി പുതിയ മതം ഭാവിയിൽ കൊണ്ട് നടക്കേണ്ട പിൻഗാമികളായ ആളുകൾ ഇങ്ങനെ മരിച്ചു പോവുകയാണ്. ഓൽക്കത് വലിയൊരു ആയുധല്ലേ? റസൂലുള്ളാഹിക്ക് വലിയ സങ്കടമായിരുന്നു. ആ സങ്കടം തീർക്കാനായിരുന്നു അള്ളാഹു വിശുദ്ധ ഖുർആനിലെ ആയത്ത് ഇന്നാ അഅ്തൈനാക്കൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ എന്ന് തുടങ്ങുന്ന ആയത്തുകൾ ഇറക്കിയത് റസൂലുള്ളാഹിക്ക് അള്ളാഹിന്റെ പിന്തുണ ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോ ആ നിലക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ഭാഗത്ത് സങ്കടമുണ്ട്. എന്നാൽ പെൺകുട്ടികൾ പ്രവാചകൻ ഉണ്ടായിരുന്നു അല്ലെ? ഫാത്തിമനോട് റസൂലുള്ളാഹ് ഉണ്ടാക്കിയ ഒരു കരാർ എന്താ? യാ ഫാത്തിമ ബിൻത് മുഹമ്മദ് അൻഖിദി നഫ്സകി മിനന്നാർ ഫഇന്നി ലാ ഉഗനി അൻകി മിനല്ലാഹി ശൈഅ. ഫാത്തിമ അനക്ക് വേണ്ടത് ഇവിടുന്ന് ഉണ്ടാക്കിക്കൊട്ടോ, കാരണം ഇതാണ് കൃഷിയിടം. വാപ്പ പ്രവാചകനായിരുന്നു എന്ന് അനക്ക് പരലോകത്ത് പറയാൻ പറ്റും. ആരോടാ പറയുന്നത്? അള്ളാഹുവിന്റെ റസൂലിന്റെ കൽബിന്റെ കഷ്ണത്തോടാണ്. എന്നിട്ട് നമ്മളെ ചില ആൾക്കാർ റസൂലുള്ളാഹിനോട് നേരിട്ട് ശഫാഅത്ത് വിടുന്നെ ചോദിക്കും. ശഫാഅത്ത് ചോദിക്കാം, നബിന്റെ ശഫാഅത്തിന് വേണ്ടി നമുക്ക് തേടാം, പക്ഷെ അത് അള്ളാഹിനോടാണ് തേടാം. അള്ളാഹ് അത് തരിക. എന്ന് പറഞ്ഞാല് നിസ്കാരമില്ല, നോമ്പുമില്ല, കൊല്ലത്തിലൊരു പ്രവാചകന്റെ സ്നേഹവും പറഞ്ഞ് കൊല്ലത്തിൽ വാപ്പന്റെയും ഉമ്മന്റെയും പേരിൽ എന്തെങ്കിലും കഴിച്ചിട്ട് എനിക്കണ്ട് കഴിച്ചിലായി പോകാന്ന് വിചാരിക്കുന്ന മനുഷ്യന്മാരോടാണ് റസൂലുള്ളാഹ് നൽകുന്ന ഈ പാഠം. ഫാത്തിമ എന്റെ കാര്യം നോക്കിക്കൊട്ടോ, ഇവിടുന്ന് എനക്ക് എന്തെങ്കിലും ആണെങ്കിൽ അത് വേണമെങ്കിൽ എനിക്ക് ചിലപ്പോൾ ഉണ്ടാക്കിത്തരാൻ പറ്റും, പക്ഷെ പരലോകത്ത് ചെന്നാല് ഈ എന്റെ മോളാന്ന് പറഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല എന്നാണ്. അത് മുസ്ലിം സമുദായത്തിന് കിട്ടുന്ന വലിയൊരു തിരിച്ചറിവാണത്. കാരണം അവിടെ അള്ളാഹ്ക്ക് മാത്രമേ കഴിവുള്ളൂ എന്നും
അള്ളാഹു കൊടുത്തവർക്ക് മാത്രമേ ഷഫാഅത്ത് പറയാൻ പറ്റുള്ളൂ എന്നും ഷഫാഅത്ത് ആർക്കാ കിട്ടേണ്ടത് എന്നും അള്ളാഹ് ലിസ്റ്റ് ഉണ്ടാക്കി കൊടുക്കുന്നൊക്കെ നമുക്ക് ഈ പ്രവാചകൻ തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, പഠിപ്പിച്ചെന്നുള്ളത്. അവിടെയാണ് ഫാത്തിമ ബീവിയെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബോധ്യപ്പെടുത്തുന്ന ആഖിറത്തിന്റെ ബോധ്യം. കാരണം ആഖിറത്ത് മുന്നിൽ കണ്ടാലേ ദുനിയാവ് ഉപയോഗപ്പെടുത്താൻ പറ്റുള്ളൂ എന്നറിയുന്നത് കൊണ്ട് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, മോളെ ഇനി വേണമെങ്കിൽ പരലോകത്തേക്ക് വേണ്ടി ഉണ്ടാക്കിപ്പെട്ടോ എന്ന് പറഞ്ഞു. നിങ്ങൾ ആലോചിക്കും, ഫാത്തിമ, റുഖയ്യ, ഉമ്മു കുൽസൂം ഇവരൊക്കെ ഭർത്താക്കന്മാരുടെ പേരെന്തായിരുന്നു? അവിടെ ഒരു പിതാവിനെ, പെൺമക്കളുള്ള ഒരു പിതാവ് എന്തായിരിക്കണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയുണ്ട്. ഒരു ആധുനിക ലോകത്താണ് നമ്മൾ ജീവിക്കണം. പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ കിട്ടാത്ത ഒരു കാലഘട്ടത്തും ആൺകുട്ടികളെ കൊണ്ട് ബാപ്പൻ്റെ ഉമ്മൻ്റെയൊക്കെ സംതൃപ്തിയോടുകൂടി ഒരു കല്യാണം കഴിച്ച് കൊണ്ടുവരാൻ ഇന്ന് പെർമിഷൻ ഇല്ലാത്ത, അല്ലെങ്കിൽ അതിനൊന്നും ഇപ്പം അനുമതി കിട്ടാത്ത, കുട്ടികളെ അനുമതി കൊടുക്കാത്ത ഒരു കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മു കുൽസൂമിൻ്റെയും റുഖിയൻ്റെയും ഭർത്താവിൻ്റെ പേരായിരുന്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അല്ലേ, നമുക്കറിയാം, ദുന്നൂറൈൻ, രണ്ട് പ്രകാശത്തിന്റെ ഉടമ. റസൂലുള്ളാഹിന്റെ രണ്ട് പെൺമക്കളെ ഒരേ സമയത്തല്ല, ഒരാൾ മരണപ്പെട്ടപ്പോൾ പിന്നീട് അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, വിവാഹം കഴിച്ചു. ആലോചിച്ചു, ദീനുള്ള ചെറുക്കനാണ്. അതാണ് നമ്മൾ, ദീനുള്ള ചെറുക്കനാണ്. ദീനുള്ള ചെറുക്കനെ അന്വേഷിക്കുമ്പോൾ ഇന്നത്തെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, പെൺകുട്ടിയൊക്കെ പിന്നെ ചെക്കനെ വേണം, നല്ല ദീനുള്ള. അപ്പോൾ ചെക്കൻ്റെ ആൾക്കാർ ചോദിക്കും പെണ്ണിന് ദീനുണ്ടോ എന്ന്. അപ്പോഴാണ് ഞങ്ങൾ കുടുങ്ങുക. ആൺകുട്ടികളും ഇറങ്ങണം ദീനുള്ള കുട്ടിനെ. പെണ്ണെട്ടാൻ നേരത്ത് കുടുംബക്കാർക്കും വേണം ദീനുള്ള കുട്ടിനെ. അപ്പോൾ പെൺകുട്ടിയുടെ രക്ഷിതാവ് ചോദിക്കും ചെക്കന് ദീനുണ്ടോ എന്ന്. അപ്പോഴാണ് കുടുങ്ങലുണ്ടാവും. കാരണം അത് രണ്ടാൾക്കും ദീനുണ്ടാകുമ്പോഴല്ലോ. ആൺകുട്ടിക്ക് ദീനുണ്ടാലോ നാട്ടിലെ ടോപ്പ് അറിയപ്പെട്ടവനാവും. ഓൻ എന്നിട്ട് പെണ്ണന്വേഷിക്കുമ്പോൾ കുടുംബക്കാർക്ക് ഓർക്ക് പെണ്ണ് എങ്ങനത്തെ വേണം, ദീനുള്ള പെണ്ണാണ്. അപ്പോൾ രക്ഷിതാവ്, പെണ്ണിന്റെ രക്ഷിതാവും ചോദിക്കും എന്താ ചെക്കൻ്റെ ക്വാളിഫിക്കേഷൻ, ഓനക്ക് ദീനുണ്ടോ, സുബൈക്ക് പോകണ്ടോ? ഓൻ സുബൈക്കൊന്നും പോകണില്ല, പക്ഷെ ഓനക്കും വേണം സുബൈസ്കരിക്കണ പെണ്ണ് എന്നാണ്. പിന്നെ എവിടുന്ന കിട്ടുക? ഇവിടെയാണ് റസൂലുള്ള ദീനുള്ള ചെറുക്കനെ അന്വേഷിക്കുന്നതിന് മുമ്പ് റസൂലുള്ള എടുത്ത പണി എന്താണെന്നറിയാം? സ്വന്തം കുട്ടികളെ ദീനുള്ളതാക്കാനുള്ള പണിയാണ് ആദ്യം എടുത്തത്. അവിടെയാണ് നമ്മൾ. മറ്റെന്താന്ന് വെച്ചാൽ, നമ്മളെ കുട്ടി എല്ലാ തോന്നിയാസവും ചെയ്യണമല്ലോ, എല്ലാ തോന്നിയാസത്തിലും കോളേജിന്റെ തോന്നിയാസങ്ങളിലും ഒക്കെ ഓളിങ്ങനെ നിറഞ്ഞ ആടലുണ്ടാവും. എന്നിട്ട് അന്വേഷിക്കുമ്പോൾ ഞമ്മക്കും വേണം ദീനുള്ള ചെറുക്കൻ. നാട്ടിലൊക്കെ അന്വേഷിക്കും ദീനുള്ള ചെറുക്കൻ. കാരണം ദീനാണല്ലോ പ്രധാനം എന്നാണ്. അതുവരെ അല്ലാത്ത ദീനപ്പണ്ട് ഞാൻ കുറ്റം പറയില്ല കേട്ടോ. കാരണം അതൊരു ഇന്ന് നാട്ടിൽ അറിയപ്പെടുന്ന സംഗതിയാണിത്. കുടുംബക്കാർക്കും ദീനോ, എല്ലാവർക്കും ദീനം. കാരണം ദീനില്ലാത്തതിനെ കൊണ്ടുവന്ന കുടുംബം എല്ലാവർക്കും അറിയാം. പക്ഷെ ഈ ദീനുള്ള ആളിനെ കൊണ്ടുവരണമെങ്കിൽ ദീനുള്ളതും ഇവിടെ വേണം എന്നുള്ള തിരിച്ചറിവ് കൂടി നമ്മളൊക്കെ കുടുംബത്തിന്റെ അകത്ത് ഉണ്ടായി വരേണ്ടതുണ്ട് എന്നുള്ളത് കൂടി. പെണ്ണന്വേഷിക്കുമ്പോഴും ചെക്കനെ അന്വേഷിക്കുമ്പോഴും മാത്രമല്ല ദീന്, കുട്ടികൾ ഉണ്ടാകുന്നത് മുതൽ ദീന് വേണം എന്നുള്ളൊരു പഠനം കൂടി നമ്മുടെയൊക്കെ അസുലിയായിട്ടുള്ള പഠനങ്ങളിൽ വരേണ്ടത്. ഇവിടെ റസൂലുള്ള എടുത്തത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു സോഷ്യൽ വർക്കറാണ്, നാട്ടിലെ രാഷ്ട്രീയക്കാരനാണ്, അറിയപ്പെട്ട പൈസക്കാരനാണ്. അതിലപ്പുറം അസുലിയായി അദ്ദേഹം ദീനുള്ള ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ രണ്ട് പെൺമക്കളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ എടുത്തത്. ഇനി ഫാത്തിമ ബീവിനെ നോക്കിയേക്കും. ഫാത്തിമ ബീവിന്റെ പുതിയപ്പിളാര റസൂലുള്ള തർബിയത്ത് ചെയ്ത് കൊണ്ടുവന്ന ആളാണ്, ദീനുള്ള പെർഫെക്റ്റ് ആയ ആളാണ് അലിയാർ തങ്ങൾ. ഇനി കല്യാണം കഴിച്ചെടുത്തൊരു വാപ്പൻ്റെയും വേണ്ടി ബാധ്യത തീരോ ഇല്ല എന്നാണ് റസൂലുള്ള തന്നെ പഠിപ്പിക്കുക. റസൂലുള്ളാഹിന്റെ ചില ഇടപെടലുകളുണ്ട് കല്യാണം കഴിഞ്ഞിട്ടും. അപ്പൊ നോക്കിങ്ങള്, ഫാത്തിമ ബീവിയും അലിയാർ തങ്ങളും കിടന്നുറങ്ങുന്ന അറന്റെ മുന്നിൽ പോയിട്ട് വാതിലുമ കുത്തുന്നുണ്ട്. അതെന്തിനാന്നറിയോ? സുബീസ്കരിക്കാനല്ല, തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി. എന്നൊക്കെ നമ്മളെ കുട്ടിയൊക്കെ ഉണ്ട്, വിവരം അറിയും നമ്മൾ. ഇന്നത്തെ കാലം അതാണ്, നമ്മളാണ് വിവരം അറിയും. കാരണം ബാക്കി പിന്നെ കൊട്ടാനുള്ള ധൈര്യം നമുക്ക് ഉണ്ടാവില്ല, കുട്ടിയെ തന്നെ ബാക്കി പിന്നെ അതിന് ശേഷമാണ് നമ്മൾ. അതുകൊണ്ട് നമ്മളാണ് മൗനം പാലിച്ച് പോക്കാൻ. എന്നാൽ നോക്കി, റസൂലുള്ളാഹിക്ക് രണ്ടാളും സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, അത് വേറെ വിഷയം. കാരണം ഒന്ന് പ്രവാചകനാണ്, രണ്ടാളും വളർത്തിക്കൊണ്ടെന്ന റസൂൽ, അതൊക്കെ ഉണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ നമുക്കൊരു മാതൃക ഉണ്ടല്ലോ. കാരണം മരുമകളും മകളും മരുവനും കടന്നുറങ്ങും. സുബീക്കും അല്ലാണ്ട് ചരിത്രം പറയുമ്പോ നബി കുടുംബമേ നിസ്കാരം എന്നാണ്. അലിയാർ തങ്ങൾ ഒരു സംഭവം പറയുന്നുണ്ട്. ഒരു നമ്മുടെ നാട്ടിലൊക്കെ പറഞ്ഞ ഒരു കുനിഷ്ട് പറയുന്നുണ്ട്. അലിയാർ തങ്ങൾ ചെറുപ്പക്കാരനാണല്ലോ. അപ്പോ റസൂലുള്ള വിളിച്ചിട്ട് പോകുന്നതാണ്. തിരിച്ചു വരുമ്പോഴും മൂപ്പര് നീച്ചിട്ടുണ്ടാവില്ല എന്നാണ്. നീക്കാത്തതുകൊണ്ടല്ല, ഉറക്കം ചടവൊന്നും മാറാത്തത് നീക്കാത്ത. അപ്പൊ റസൂലുള്ള ഒന്നും കൂടി കനപ്പിച്ച് പറയുന്നതാണ്. അപ്പോൾ അലിയാർ തങ്ങൾ ഒരിക്കലും പറഞ്ഞു അത്രേ, പിന്നെ അള്ളാഹ് വിചാരിച്ച അങ്ങോട്ട് നീക്കുന്നു. അതൊരു കുനിഷ്ടാണ്. അള്ളാഹ് വിചാരിച്ച ഞങ്ങളെ നീക്കുന്നു. റസൂലുള്ള തുടമ്പ് ഒന്നിങ്ങനെ കയ്യു അടിച്ച്, റസൂലുള്ളാഹിന്റെ തുടമ്പ തന്നെ ഒന്നിങ്ങനെ കയ്യു അടിച്ചു പോയി. അലിയാർ തങ്ങൾ വേഗം നീച്ചു. അങ്ങനെ ആ തുടമ്പുള്ള അടി റസൂലുള്ളാഹിക്ക് ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാർക്ക് മനസ്സിലായി.
അലിയാർ തങ്ങൾക്ക് മനസ്സിലായി എന്നാണ്. അപ്പൊ അതൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ മകളും മരുവനും കിടക്കുന്ന വാതിലുണ്ട്. അപ്പൊ നോക്കി നിങ്ങൾ വേറെ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു ദിവസം വീട്ടിൽ ചെന്നപ്പോ അലിയാർ തങ്ങളെ കാണില്ല. എന്താ ഫാത്തിമ, എവിടെ അലി എന്ന് ചോദിച്ചപ്പോഴാണ് ഓൽക്കിടയിൽ എന്തോ ഉണ്ട് എന്ന് ആർക്കും മനസ്സിലായി. നബിക്ക് മനസ്സിലാകുന്നുണ്ട്, റസൂലുള്ളാഹിക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊന്നും വരലില്ല നബിയെ എന്നാണ് ഫാത്തിമ ബീവി പറയുന്നത്. എന്തോ ഉണ്ട് എന്ന് ആർക്കും മനസ്സിലായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂല് ആളെ പറഞ്ഞു, അലിനെ കാണില്ല, എവിടെയെന്ന് നോക്കണല്ലോ. പള്ളിയിലാണ് മൂപ്പർ ഇങ്ങനെ കിടക്കുന്നത്, പള്ളിയിൽ കിടക്കുന്നുണ്ട് എന്നാണ്. അങ്ങനെ റസൂലുള്ള പള്ളിയിൽ പോയി എന്നാണ്. പള്ളിയിൽ പോയിട്ടാണ് പിന്നെ അദ്ദേഹത്തിന് ഒരു പേരും കൂടി റസൂലുള്ളാഹിന്റെ, യാ അബത്തുറാബ്, മണ്ണിന്റെ പുത്ര, മണ്ണിന്റെ ആള് എന്നാണ്. അതിൽ പിന്നെ അദ്ദേഹം അറിയപ്പെടുന്നത് അലി റളിയല്ലാഹു അൻഹു. അബത്തുറാബ് എന്താണ് പ്രശ്നം എന്നാണ്. അപ്പൊ ഇവർക്ക് രണ്ടുപേരുടെ ഇടയിൽ എന്തോ പ്രശ്നമുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തീർത്തിട്ട് അലിയാർ തങ്ങൾ എവിടേക്ക് വിടുകയാണ്, വീട്ടിലേക്ക് വിടുന്നുണ്ട്. അപ്പോ ഇടപെടേണ്ടോടത്ത് ഇടപെടുക എന്നുള്ളത് ഒരു ബാപ്പയുടെ ഡ്യൂട്ടിയാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, മാതൃകനെ. ഇതൊക്കെയാണ് പ്രവാചകൻ എന്ന് നമ്മൾ മനസ്സിലാക്കും. കുടുംബത്തിന്റെ അകത്ത് ശരിക്കും നോക്കുമ്പോൾ നമ്മളിങ്ങനെ കേൾക്കണ പല സ്വഹാബികളുടെ പേരും എന്തായിരുന്നു അറിയോ, പ്രവാചകനോട് രക്തബന്ധമുള്ള പല ആളുകളെയുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. രക്തബന്ധം ഒന്നില്ലെങ്കിൽ അമ്മായിന്റെ മോനെ, എളാപ്പാന്റെ മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് റസൂലുള്ള വളർത്തിക്കൊണ്ടുവന്ന ആൾക്കാരുണ്ട്. ഇനി നോക്കി നിങ്ങള് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കളുടെ വിഷയത്തിലാ ഈ ഫാത്തിമ തന്നെ ഒരു ദിവസം എന്ത് ചെയ്യുന്നുണ്ട്, ഫാത്തിമ റളിയല്ലാഹു അൻഹ വരുന്നുണ്ട്. വീട്ടിലൊക്കെ പണിയെടുത്ത് ക്ഷീണിച്ചിട്ട് ഇങ്ങനെ വരികയാണ്. മദീനയിലെ ഭരണാധികാരിയാണ് ബാപ്പ. ആ രാജാവിന്റെ മകളാണ് ഫാത്തിമ ബീവി. റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നപ്പോൾ റസൂലുള്ള വീട്ടിലില്ല. അപ്പോൾ റസൂല് പിന്നെ വീട്ടിലില്ലാത്ത സമയത്ത് വന്ന് പോയിട്ടുണ്ട്. ഒരു ആവശ്യമായിട്ടാണ് വന്നത്. ഒരു വീട്ടുപണിക്ക് വേണ്ടി ഒരു പിന്നെ വൃത്തിയെ വേണമെന്ന്, ഒരു ജോലിക്കാരിയെ വേണമെന്നായിരുന്നു രാജാവായ ബാപ്പനോട് രാജ്ഞിയായ ഫാത്തിമ ബീവി ആവശ്യപ്പെടാൻ വന്നതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പതുക്കെ അങ്ങോട്ട് ചെന്നു എന്നാണ്. എന്നിട്ട് മോളെ കയ്യൊക്കെ ഒന്ന് തലോടി ശരീരത്തിലൊക്കെ ഒന്ന് സ്നേഹം പ്രകടിപ്പിച്ചതിന് ശേഷം ഫാത്തിമ ബീവിനോടും അലിയാർ തങ്ങളോടും പറയുന്നുണ്ട് അത്രേ, നിങ്ങൾക്ക് അതിനേക്കാൾ നല്ലത് സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി അല്ലാഹു അക്ബറൊക്കെ ചെല്ലലാന്ന് പറഞ്ഞ് ദിക്ർ പഠിപ്പിച്ചു കൊടുത്തുന്നാണ്. നിങ്ങളിപ്പോൾ ഭൃത്യനെയും വേലക്കാരനെയൊക്കെ ചോദിക്കണേ, കാരണം പണിയെടുത്ത് ക്ഷീണിച്ച കൈകളൊക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ ഒരു വാപ്പ പഠിപ്പിച്ചു കൊടുക്കണം, എന്താ വെച്ചാൽ ദിക്ർ ചൊല്ലിക്കോ എന്ന് പഠിപ്പിച്ചു കൊടുത്തു എന്നാണ് മക്കൾക്ക് ദിക്ർ. ഇതേ ഫാത്തിമ ബീവിക്ക് പഠിപ്പിച്ച ദിക്റാണ് നമ്മൾ രാവിലെ ചെല്ലുന്ന യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലീ ശഅനി കുല്ല വലാ തകിൽനി ഇലാ നഫ്സി തറഫത ഐൻ എന്നുള്ളൊരു ദിക്റുണ്ട് രാവിലെ ചൊല്ലേണ്ടത്. ഇത് ഈ ഫാത്തിമ ബീവിക്ക് റസൂലുള്ളാഹി പഠിപ്പിച്ച ദിക്റാണ് മക്കൾക്ക്. നിങ്ങൾ ആലോചിക്കുക, ഇങ്ങനൊരു കുടുംബനാഥനെ നമുക്ക് അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് ഇങ്ങനെ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ അത് കാണാത്തത് കൊണ്ടാവും പലപ്പോഴും നമുക്ക് പലതും എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, കുടുംബത്തിൻ്റെ അകത്ത് നിർവഹിക്കാൻ കഴിയാറില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി പോരേണ്ടതുണ്ട് എന്നാണ്. ഇനി മാത്രമല്ല, റസൂലുള്ളാഹിക്ക് ആൺകുട്ടികളില്ല എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ചില ആൺകുട്ടികൾ അലിയാർ തങ്ങൾ റസൂലുള്ളാഹി വളർത്തിയെടുത്തതാണ്. എന്നതുപോലെ അബ്ബാസ് റളിയല്ലാഹുവിന്റെ ഒരു മോനെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തർബിയത്ത് കൊടുത്തിട്ടുണ്ട്. അബ്ബാസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ ഇളാപ്പയാണ്. നേരത്തെ പറഞ്ഞ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ്, ബലിശന്റെ കാര്യം പറഞ്ഞല്ലോ. ഈ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹുവിന്റെ മോനെ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് നമ്മൾ കേട്ടിട്ടുണ്ട്. ചരിത്രത്തിൽ ഏറ്റവും വലിയ മുഫസ്സിറായി നമുക്ക് കാണാൻ കഴിയുന്ന ഖുർആന്റെ വിശദീകരണത്തിനും ഖുർആന്റെ വ്യാഖ്യാനത്തിലും മുൻപന്തിയിൽ നിന്ന മഹാനായ സ്വഹാബി അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ, അതായത് എളാപ്പന്റെ ഭാര്യ ഗർഭിണിയായപ്പോൾ എളാപ്പ വരുന്നുണ്ട് റസൂലുള്ളാഹിന്റെ അടുക്കിലേക്ക്, നബിയെ ഭാര്യ ഗർഭിണിയാണ് എന്നാണ്. പിന്നീട് റസൂലുള്ളാഹി പ്രാർത്ഥിക്കുന്നതാണ്. നമുക്ക് ഇതിലൊക്കെ ഒരു എന്തൊരു മാതൃകകളുണ്ട്. റസൂലുള്ളാഹി പ്രാർത്ഥിക്കും, ഗർഭിണിയായ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടും കുഞ്ഞിന് വേണ്ടിയിട്ടും റസൂലുള്ളാഹി പ്രാർത്ഥിക്കും. പിന്നീട് പ്രസവം അറിയിക്കാൻ വേണ്ടി വരുന്നുണ്ട്. പ്രസവം അറിയിക്കാൻ വേണ്ടി വന്നപ്പോൾ കുട്ടിനെ കാണാൻ പോകുന്നു. കുട്ടിനെ കാണാൻ നിങ്ങളുടെ നാട്ടിലുള്ള തൊട്ടിൽ കെട്ടലും ചടങ്ങിനും സംഗതിക്കല്ല. കാരണം അതിപ്പോൾ നമ്മൾ നല്ല ആഘോഷത്തിലാണ്. പ്രത്യേകിച്ച് ഞാനൊരു പാലക്കാട്ടിൽ, ഞങ്ങളുടെ നാട്ടിലൊന്നും സാധനങ്ങളില്ല. ഇവിടെ വന്നിട്ട് എൻ്റെ ചെറുതിന് 7 മാസമാണ്. അപ്പോൾ 3 മാസം കഴിഞ്ഞ് ഞാൻ കുട്ടിനായിട്ട് ഇവിടെ വന്നപ്പോൾ അയലോക്കത്തെ ആൾക്കാരൊക്കെ ഇങ്ങനെ കാണാൻ വന്നു. അപ്പോൾ ആ കാണാൻ വന്നപ്പോൾ എനിക്ക് അത്ഭുതം തോന്നിയത്, ഒരു 4 വയസ്സുള്ളൊരു പെൺകുട്ടിയാണെന്നാണ്. ഒരു പെൺകുട്ടീൻ്റെ അന്ന് കാണാൻ വന്ന കൂട്ടത്തിൽ. അപ്പോൾ ആ കുട്ടി നമ്മളെ നാട്ടിൽ തൊട്ടിലാണ് കെട്ടിയത്. എന്താണെന്ന് വെച്ചാൽ ഈ തുണിയുടെ തൊട്ടിലുണ്ടാവും. നമ്മുടെ നാട്ടിൽ സാധനം നിങ്ങളും അങ്ങനത്തെ, പക്ഷേ ഈ കാണാൻ വരുന്ന സ്പെഷ്യൽ തൊട്ടിൽ ഇവിടെ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കണം. അപ്പോൾ ഈ കുട്ടി ഭയങ്കര നീരസത്തോട് കൂടി ചോദിക്കും, ഇത് എന്ത് തൊട്ടിലാണ്. അപ്പോൾ ആ തൊട്ടിൽ കെട്ടുന്ന നാട്ടിലാണ് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്. അപ്പോൾ കുട്ടികളെ മനസ്സിൽ പോലും തൊട്ടിൽ കെട്ടുക എന്നൊക്കെ പറഞ്ഞാൽ ആ സംഭവമായി നിൽക്കുന്ന ഒരു കാലത്താണ്. അപ്പോൾ റസൂലുള്ളാഹി അതിന് പോയതൊന്നുമല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു, കുട്ടിനെ കാണാൻ പോയി. റസൂലുള്ളാഹി പേര് വിളിച്ചു, തഹനീക്ക് ചെയ്തു. അതായത് പിന്നെ നാവിൽ റസൂലുള്ളാഹി മധുരം കൊടുത്തു കുട്ടിക്ക്. എന്നിട്ട് തലയിൽ കൈവച്ചുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, അല്ലിംഹുൽ കിതാബ്, അല്ലാഹുവേ
ഈ കുട്ടിക്ക് നീ കിതാബ് പഠിപ്പിച്ചു കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചു. നമ്മളെന്താന്ന് വെച്ചാൽ പ്രാർത്ഥന തുടങ്ങുക എപ്പോഴാന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ആ ഒരു ആനുകാലിക അതാണ് ഇപ്പം ചർച്ച, കുട്ടികളെ പ്രശ്നങ്ങളെ ചർച്ച. നമ്മൾ എപ്പോഴാണ് പ്രാർത്ഥന തുടങ്ങുന്നത് വെച്ചാൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വിചാരിച്ച റൂട്ടിലല്ല കുട്ടികൾ പോകണമെന്ന് തിരിച്ചറിയുന്നിടത്തുനിന്നാണ് നമ്മൾ പ്രാർത്ഥന തുടങ്ങുക. പ്രാർത്ഥന എന്നോ തുടങ്ങേണ്ടതാണെന്നാണ് ഇസ്ലാം നമ്മളോട് പഠിപ്പിക്കുന്നത്. ആ പ്രാർത്ഥന ഇല്ലാത്തതിൻ്റെ കുറവ് പലപ്പോഴും നമ്മുടെ മക്കൾക്ക് കാണാറുണ്ട്. കാരണം വാപ്പാൻ്റെയും ഉമ്മൻ്റെയും പ്രാർത്ഥന അള്ളാഹ് എന്തായാലും സ്വീകരിക്കുന്നതാണ്. ആ പ്രാർത്ഥന സ്വീകരിക്കുമെങ്കിൽ അത് തട്ടണമെങ്കിൽ അത് തട്ടാൻ മാത്രമുള്ള എന്തൊക്കെയോ പ്രശ്നങ്ങൾ നമ്മുടെ അടുത്ത് ഉണ്ടാവും. അപ്പോൾ മക്കൾ കേടുവരുന്നതിൽ ഒരു പ്രധാന ഘടകം ബാപ്പയും ഉമ്മയും ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തലയിൽ കൈവച്ച് അല്ലിംഹുൽ കിതാബ്, പടച്ചോനെ കിതാബ് പഠിപ്പിച്ചു കൊടുക്കണേ എന്ന് എന്ത് ചെയ്തു പ്രാർത്ഥിച്ചു എന്നാണ്. പിന്നെ ആ കുട്ടിയെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അണ്ടറിലായി ഇങ്ങനെ വളർന്നു. കാരണം റസൂലുള്ളാഹിക്ക് കുഞ്ഞുങ്ങളില്ല, ആൺകുട്ടികളില്ല, പെൺകുട്ടികളാണുള്ളത്. പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ സ്വർഗത്തേക്കുള്ള മാർഗങ്ങളാണ് പെൺകുട്ടികൾ. കാരണം 2-3 പെൺകുട്ടികൾ ഉണ്ടായാൽ നമുക്ക് എന്താണ് സ്വർഗം പോലെ നേരെ അദബ് വായിച്ചാൽ പഠിപ്പിച്ചു കൊടുത്താൽ കിട്ടുന്നതാണ്. എന്നാൽ സ്വാഭാവികമായും ഒരു മനുഷ്യൻ ഒരു ബാപ്പ എന്നുള്ള നിലയ്ക്ക് സ്വാഭാവികം ആഗ്രഹം ഉണ്ടാവുമല്ലോ. ഇവിടെ റസൂലുള്ളാഹ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തർബിയത്ത് ചെയ്ത് ഇങ്ങനെ കൊണ്ടിരുന്നുണ്ട്. ഒരു ദിവസം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നിസ്കാരത്തിന് വേണ്ടി നീച്ചപ്പോൾ വെളിക്കിരുന്ന് തിരിച്ചു പോന്നപ്പണ്ട് വുളു എടുക്കാനുള്ള വെള്ളമൊക്കെ ഇങ്ങനെ റെഡിയായിരിക്കണം. സ്വഹാബികളൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് പ്രവാചകൻ എന്തെങ്കിലും ഒരു ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ വുളു എടുക്കാനുള്ള വെള്ളം കണ്ടപ്പോൾ റസൂലുള്ളാഹ് ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ റസൂലുള്ളാഹിക്ക് മറുപടി കിട്ടി, അബ്ദുള്ളയാണ്, ഈ പറഞ്ഞ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ചെറിയ കുട്ടിയാണ്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഫഖിഹു ഫിദ്ദീൻ വഅല്ലിംഹു തഅ്വീൽ, പടച്ചോനെ ദീനിൽ അവഗാഹം കൊടുക്കണേ, അതേപോലെ തന്നെ തഅ്വീലിൽ ഖുർആന്റെ വ്യാഖ്യാനത്തിൽ നീ അവഗാഹം കൊടുക്കണേ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു എന്നാണ്. പിന്നെ ലോകത്ത് അറിയപ്പെട്ട മുഫസ്സിറായിട്ടാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഒരു പണ്ഡിത, ഒരു കുടുംബത്തിന്റെ അകത്ത് നിന്ന് ഒരു പണ്ഡിതനെ വാർത്തെടുക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ കാണാറ്. നമ്മുടെ വീട്ടിൽ ഡോക്ടേഴ്സ് ഉണ്ടാവാറുണ്ട്, എഞ്ചിനീയേഴ്സ് ഉണ്ടാവാറുണ്ട്, അതല്ലെങ്കിൽ പൈലറ്റുമാരും മറ്റ് നമ്മുടെ നാട്ടിലുള്ള എല്ലാ ഡെസിഗ്നേഷനുള്ള മനുഷ്യന്മാരുണ്ടാവും. പക്ഷെ കുടുംബത്തിൽ നിന്ന് എല്ലാവർക്കും ദീന് വേണം. പക്ഷെ ദീനിൽ സ്പെഷ്യലായി അവഗാഹമുള്ള, ദീനിന്റെ റൂട്ടിൽ നിന്ന് പഠിച്ച ആളുകൾ കൂടി ഉണ്ടാകുമ്പോണ്ടല്ലോ ഒരു പൂർണ്ണത കുടുംബത്തിന് വരാണ്ട്, ഒരു പൂർണ്ണത വരാണ്ട്. റസൂലുള്ളാഹി ആ പണിയാണ് ഇദ്ദേഹത്തിലൂടെ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തത്, എടുത്തുകൊണ്ടുവരുന്നത്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പിന്നെ സൂറത്തുൻ നസ്ർ ഇറങ്ങി, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ. ഈ സൂറത്ത് ഓതിയിട്ട് എല്ലാവരോടും ചോദിച്ചു എന്താണ് ഇതിന്റെ വിശദീകരണം. എല്ലാവരും പറഞ്ഞു അള്ളാഹിന്റെ വിജയവും സഹായവും വന്നു എന്നാണ്. ഇസ്ലാം നല്ലോണം വിശാലായി ആൾക്കാരൊക്കെ ഇങ്ങനെ സംഘമായിട്ട് ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്നതാണ്. പക്ഷേ ചെറുപ്പക്കാരനായ ഈ കുട്ടിയായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ല, പൂർണ്ണതയ്ക്ക് ശേഷം ഒരു അപൂർണത വരാനുണ്ട് എന്നാണ്. പൂർണ്ണതയ്ക്ക് ശേഷം ഒരു ഇല്ലായ്മ വരാനുണ്ട് എന്ന് പറഞ്ഞാൽ ഇസ്ലാം വികസിച്ചു എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്കൊരു നഷ്ടം സംഭവിക്കാനുണ്ട്. അത് നമ്മുടെ റസൂലിന്റെ വഫാത്തിന്റെ മുന്നറിയിപ്പാണ് ഈ സൂറത്ത് എന്ന് ഈ സ്വഹാബിയായ എന്ന് പറഞ്ഞ കുട്ടിയായ ഈ സ്വഹാബിയാണ് പറഞ്ഞത്. അതിനർത്ഥം അള്ളാഹുവിന്റെ റസൂൽ അതിനനുസരിച്ച് തർബിയത്ത് ചെയ്തു കൊണ്ടുവന്ന ഒരാളായിരുന്നു ഈ പറഞ്ഞ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. പിന്നീടും പ്രവാചകന്റെ കാലശേഷം ദീർഘമായി ജീവിച്ച ഒരാളാണ്. ഇതിലൊരു ഹിക്മത്ത് കൂടിയുണ്ട്, അള്ളാഹു കണ്ട ഹിക്മത്തായിരിക്കാം അത്. കാരണം റസൂലുള്ളാഹി മരണസമയത്ത് ചെറുപ്പക്കാരനാണ്, ചെറിയ ആളാണ്. പിന്നീട് റസൂലുള്ളാഹിന്റെ കാലശേഷവും പ്രവാചകനെ കണ്ട സ്വഹാബികളുടെ കൂട്ടത്തിലെ പണ്ഡിതനായി അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ലോകം കാണുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതൊക്കെയാണ് പ്രവാചകൻ എന്ന് നമ്മുടെ കുടുംബത്തിന്റെ അകത്ത് നിന്നിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, കാണേണ്ടതുണ്ട്. അവിടെ നമുക്ക് കുടുംബത്തിന്റെ അകത്ത് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞും മറ്റുള്ളവരെ അരികുവൽക്കരിച്ചും ഓനൊന്നും ദീനില്ലാത്തോനാണ് എന്നും പറഞ്ഞ് അകറ്റി നിർത്തേണ്ട ആളുകളല്ല നമ്മൾ. മറിച്ച് അതിനപ്പുറം ചില ഇടപെടലുകൾ സ്വഭാവം കൊണ്ട് നോക്കിങ്ങള്. സ്വഭാവം എന്നുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഐഡന്റിറ്റി ആയിരുന്നു. കുടുംബത്തിന്റെ അകത്ത് അദ്ദേഹം ജീവിച്ച് കാണിച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ ചുറ്റും ആളുകൾ കൂടുന്നത്. നമുക്കും അതാണ്. നമ്മുടെ കുടുംബത്തിന്റെ അകത്തും നമ്മുടെ അയൽപ്പക്കത്തിന്റെ അടുത്തും ആശയപരമായും ആദർശപരമായും നമ്മുടെ എതിർചേരിയിൽ നിൽക്കുന്നവരുണ്ട് എങ്കിലും സ്വഭാവം കണ്ടുകൊണ്ട് നമ്മളിലേക്ക് അടുക്കുന്ന അവസ്ഥ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മാതൃകയായി കാണിച്ചു തരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പൊ നോക്കിങ്ങള്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരോട് റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷമാണ് ചില സ്വഹാബികൾ ചെന്നിട്ട് ആയിഷ ബീവിയോട് ചോദിക്കുന്നത്,
ഉമ്മ, പ്രവാചകന്റെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും അജബായി തോന്നിയത്, അത്ഭുതമായി തോന്നിയത് എന്തായിരുന്നു എന്ന ആയിഷ ബീവി കൊടുക്കണ മറുപടി എന്താ വെച്ചാൽ, കുല്ലു ഷൈഇൻ, എല്ലാ കാര്യവും എന്താണ്, അജബായിരുന്നു. പ്രവാചകന്റെ എല്ലാതും എനിക്ക് അത്ഭുതമായിരുന്നു എന്നാണ്. സ്വഹാബികൾ വീണ്ടും വിടുന്നില്ല, എന്നാലും നിങ്ങൾ എന്തെങ്കിലും ഒരു സംഗതി പറയും എന്നാണ് പ്രവാചകന്റെ സ്വഭാവം. അപ്പോഴാണ് റസൂലുള്ളാഹിന്റെ സ്വഭാവത്തെക്കുറിച്ച് ആയിഷ ബീവി പറഞ്ഞത്, കാന ഖുലുഖുഹു അൽ ഖുർആൻ, ഖുർആൻ എന്താണോ അതാണ് പ്രവാചകന്റെ സ്വഭാവം എന്നായിരുന്നു. റസൂലുള്ളാഹി അങ്ങനെ ജീവിച്ച ആളായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ ഭാര്യമാരും സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടാണല്ലോ അല്ലാഹു റസൂല് വഫാത്താകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വീട്ടിൻ്റെ അകത്ത് ഏറ്റവും വലിയ ക്വാളിറ്റി ദീന് അസ്ലിയായി, തൗഹീദും സംഗതിയും അസ്ലിയായി നിൽക്കുമ്പോൾ അതിൻ്റെ ഇപ്പം നോക്കി, നിങ്ങളൊരു വീടിനെ നമ്മളിങ്ങനെ ചിത്രീകരിക്കുമ്പോൾ എന്താ വെച്ചാൽ, വീടിൻ്റെ അസ്ൽ എന്താണെന്നറിയുക, വീടിൻ്റെ തറ ഈമാനാണ്. അതിൽ നമ്മൾ കയറ്റിയ ചുമരും തൂണുകളൊക്കെ നമ്മളെ ഇബാദത്തുകളാണ്, ഇസ്ലാം കാര്യങ്ങളാണ്. മേൽക്കൂര എന്താണെന്നറിയോ, മേൽക്കൂര സ്വഭാവമാണ്. മേൽക്കൂരയെ നാട്ടുകാർ കാണുള്ള അധികം, അതാണ് ഇങ്ങനെ പൊന്തി നിൽക്കുക എന്ന് പറഞ്ഞാൽ എവിടുന്ന് അത് തുടങ്ങണത്. അപ്പൊ തൗഹീദ് ഉണ്ടായി, ഈമാൻ കാര്യങ്ങളൊക്കെ സെറ്റായി കഴിഞ്ഞാൽ ഇബാദാത്തുകൾ വന്ന് പിന്നെ ഇങ്ങനെ സ്വഭാവം ഇങ്ങനെ വരികയാണ്. എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിലേക്ക് നോക്കുമ്പോൾ, പുറമേ നിന്ന് റോട്ടുമെന്ന് നോക്കുമ്പോൾ നമുക്ക് വേഗം കാണുന്നതാണ് സ്വഭാവമാണ്. അതാണ് ആ സ്വഭാവത്തുമെന്നാണ് പിന്നെ വീട്ടിന്റെ ഉള്ളിലേക്ക് ആളുകൾ കയറി വരുന്നതും, വീട്ടിന്റെ ഉള്ളിലെ ദീന് മനസ്സിലാക്കുന്നതും, അവിടുത്തെ ഇബാദത്തുകൾ ഉൾക്കൊള്ളുന്നതും, അവിടെ ഇതിന്റെ അസ്ല് അള്ളാഹിലുള്ള വിശ്വാസവും മലക്കുകളിലുള്ള വിശ്വാസവും അന്ത്യനാളിലുള്ള വിശ്വാസവുമാണെന്ന് തിരിച്ചറിയുന്നതും അവിടെ നിന്നാണ്. അതുകൊണ്ട് നമ്മുടെ ഈമാൻ സെറ്റാക്കി ഇബാദത്തുകൾ സെറ്റായാൽ അത് മുഖേന വരുന്ന ഒരു സ്വഭാവം കൂടിയുണ്ട്. അയാളെത്തൊന്നും അടുക്കാൻ പറ്റൂല, മൂപ്പരത്തൊന്നും അത് പറയാൻ പറ്റൂല എന്നല്ല, അത് മൂപ്പരത്ത് പറയാം എന്നുള്ളതാണ് സ്വഭാവത്തിൻ്റെ. വെട്ടൊന്ന് തുണ്ടം രണ്ട് എന്നുള്ളത് നമ്മുടെ നാട്ടിലെ ശൈലിയാണ്, അത് ഇസ്ലാമിൻ്റെ ശൈലിയല്ല. എതിർപക്ഷത്തുള്ളവനോട് പോലും മാന്യമായി പെരുമാറുന്ന ഒന്നാണ്. മൂസാ നബിനോട് അള്ളാഹ് പറഞ്ഞത്, ഫിറൗന്റെ അടുക്കലേക്കാണ് നിങ്ങൾ പോണത്, പക്ഷേ ഖുലാലഹു ഖൗലൻ ലയ്യിന, പറയേണ്ട വർത്താനം എന്താണെന്നറിയോ, മാന്യതയുടെ വർത്തമാനമാണ്. ഓനോട് ഓനാ റബ്ബ് എന്ന് പറയുന്നുണ്ട്, ഈ എല്ലാ റബ്ബ് എന്നാണ് പറയേണ്ടത്, പച്ചക്ക് എതിരാണ് പറയേണ്ടത്. ആശയം നേരെ ഓപ്പോസിറ്റ് ആണ്. പക്ഷേ ഓപ്പോസിറ്റ് ആശയം പറയുമ്പോഴും മാന്യതയോടുകൂടി സൗമ്യതയോടുകൂടിയുള്ള വർത്തമാനമാണ്. ആരോട്? ലോകം കണ്ട ഏറ്റവും വലിയ അഹങ്കാരിയായ അള്ളാനെ വെല്ലുവിളിച്ച ഫിറൗന്റെ അടുക്കലേക്ക് മൂസാ നബി പോകുമ്പോൾ അള്ളാഹ് കൊടുക്കുന്ന നിർദ്ദേശമാണത്. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മളെ കുടുംബത്തിൽ ആരായിരുന്നാലും, ഇങ്ങോട്ട് തെറ്റി നിൽക്കുന്നവനും ഇങ്ങോട്ട് പിണങ്ങി നിൽക്കുന്നവനും നമ്മളെ കുറ്റപ്പെടുത്തുന്നവനും നമ്മളെ ഒറ്റപ്പെടുത്തിയവരും ആരായിരുന്നാലും ശരി, അവരുടെ ഒരു പരലോകം പോലും നമ്മളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇങ്ങനെ വായിക്കുമ്പോഴാണ് കുടുംബ ബന്ധത്തിന് വിലയുണ്ടാവുന്നത്. കുടുംബത്തോടൊപ്പം സ്വർഗത്തിലേക്ക് പോകണമെന്ന ഇസ്ലാമിൻ്റെ അധ്യാപനം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുന്നു. ആരാണ് എൻ്റെ പ്രവാചകൻ എന്ന ചോദ്യത്തിൻ്റെ മുമ്പിൽ ഒരുപാട് ഉത്തരങ്ങൾ നമുക്കുണ്ട്. ഇന്ന് നമ്മൾ കണ്ടെത്തിയ ഉത്തരം ഒരു അടിപൊളി കുടുംബനാഥനായിരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ എന്നുള്ളതാണ്. ആ നിലയ്ക്ക് ജീവിക്കാൻ ചെറിയ പണിയല്ല, ചില്ലറ പണിയല്ല, നല്ല അധ്വാനമാണ്. കാരണം വീട്ടിൻ്റെ അകത്താണ് ജീവിക്കുന്നത്, പുറമേ അല്ല. പുറമേക്കാർ നമ്മളെ എപ്പോഴും ഇസ്തിരി ഇട്ടിട്ടേ കാണുള്ളൂ, പക്ഷെ കുടുംബത്തിൻ്റെ അകത്ത് ഇസ്തിരി ഇട്ടതും ഇസ്തിരി ഇടാത്തതും കാണുന്നവരാണ്. അവരുടെ മുമ്പിൽ നമ്മൾ എന്താണോ അതാണ് നമ്മൾ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, ഖിയാറുക്കും ഖിയാറുക്കും ലിനിസാഇക്കും, നിങ്ങളെ പെണ്ണിൻ്റെ മുമ്പിൽ വിലയുള്ളവനാണ് നിങ്ങളിൽ നല്ലോൻ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞത്. രാപ്പനി അറിയ കൂടെ കിടക്കുന്ന ആൾക്കാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടെ കിടക്കുന്നവർക്ക് നല്ല സ്വഭാവമായി നമ്മുടെ സ്വഭാവത്തെ അല്ലാഹു മാറ്റിക്കൊടുക്കുമാറാകട്ടെ. അല്ലാഹുവേ, കുടുംബത്തിന്റെ അകത്തെ നേതാക്കളായി, ദീനിന്റെ നേതൃത്വങ്ങളായി, എല്ലാവർക്കും തീരുമാനങ്ങൾ എടുത്തു കൊടുക്കാനുള്ള അഭിപ്രായം കേൾക്കുന്നവനായി ഞങ്ങളെ എല്ലാം ത്വാഖത്തുള്ളവരും ഇൽമുള്ളവരുമാക്കി തീർക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ നല്ല മാതൃകകളെയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി സ്വർഗത്തിലേക്ക് എത്തിപ്പെടുന്നവരുടെ കൂട്ടത്തിലും ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ റഹ്മാനെ. മാന്യതയുള്ള സംസാരവും മാന്യതയുള്ള പെരുമാറ്റങ്ങളും പ്രതിപക്ഷ ബഹുമാനമുള്ള ഇടപെടലുകളും നടത്തുന്ന മാന്യന്മാരായി ഞങ്ങളെ നീ തീർക്കണമേ റഹ്മാനെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഒരു കാര്യം കൂടി പറയാം. ഞങ്ങൾ പട്ല മഹലിൽ എൻ്റെ കൂടെ എൻ്റെ 2 സുഹൃത്തുക്കൾ കൂടി വന്നിട്ടുണ്ട്. കഴിഞ്ഞല്ലോ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇവിടുന്ന് ഞങ്ങളൊരു കളക്ഷൻ എടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ പട്ല മഹലിനുള്ള ഒരു സ്വതക്ക സ്വീകരിക്കാൻ കൂടിയാണ് എൻ്റെ കൂടെ ആ 2 ആളുകൾ വന്നിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ്. പിന്നെ
3 പള്ളിയുണ്ട്. ഞാനത് പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾ കൊടുക്കൽ നിർബന്ധമൊന്നുമില്ല. കൊടുക്കുകയാണെങ്കിൽ നിങ്ങളെ നിയ്യത്ത് വെക്കേണ്ട ഒരു സംഗതി പറയാണ്. 3 പള്ളികളുണ്ടാവും. ഒന്ന് ജുമാഅത്ത് പള്ളിയാണ്, 2 സ്ഥാനങ്ങൾ നിസ്കാര പള്ളിയാണ്. 3 പള്ളിയിലും ജമാഅത്തുകളും ജുമുഅയും, ഒരു പള്ളിയിൽ ജുമുഅയും നടക്കുന്നു. നിങ്ങൾ കാണേണ്ടതുണ്ടെങ്കിൽ, നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ, ഞാനത് പറയുന്നത് ഒരു കൊല്ലത്തെ അവിടുത്തെ വരിസംഖ്യയും അവിടുത്തെ ബാക്കിയുള്ള വരുമാനങ്ങളും കഴിച്ച് ബാക്കിയുള്ള ചെലവിലേക്ക് കണ്ടെത്തങ്ങനെ റമദാനിൽ അവർ ഇറങ്ങാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ റമദാനിലും ഇറങ്ങിയിട്ടുള്ളത് ഈ നിങ്ങളോട് പറയുന്നതും. അപ്പോൾ 3 പള്ളിയിൽ ഒരു ദിവസം 5 നേരം ജമാഅത്ത് നടക്കുമ്പോൾ 15 ജമാഅത്തായി. അപ്പോൾ നമ്മൾ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ നമ്മൾ കാണേണ്ടതെന്ന് വെച്ചാൽ 15 ജമാഅത്ത് അവിടെ നടക്കുമ്പോൾ അതിൻ്റെ ഒരു കൂലി പഠിച്ചോനെ എനിക്ക് തരണേ എന്നുള്ള നിയ്യത്തിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. ആഴ്ചയിൽ ഒരു ജുമാ നമ്മളെ പള്ളിയിൽ നടക്കുന്ന പോലെ തന്നെ അവിടെയും എന്ത് ചെയ്യുന്നുണ്ട്, നടക്കുന്നുണ്ട്. അതിലൂടെയുള്ള മാറ്റങ്ങളും അവിടെയുണ്ട്. മാത്രമല്ല, ഒരു 10-70 കുട്ടികൾ പഠിക്കുന്ന ഒരു മദ്രസയുണ്ട്. ഒരു മദ്രസയിൽ ഒരു കുട്ടി ഒരു ടീച്ചറുടെ അടുത്തിരുന്ന് ഒരു ബാഗ് പഠിച്ചാൽ മതി. ആ ബാഗ് കൊണ്ടാണ് നമ്മൾ ബിസ്മില്ല എന്ന് ചൊല്ലാൻ തുടങ്ങുക. ഒരു ബാഗ് പഠിച്ചാൽ മതി, എന്നാൽ തന്നെ നമുക്ക് ഒരുപാട് കൂലി ഉണ്ടാവും. അപ്പോൾ കൊടുക്കുമ്പോൾ നിങ്ങൾ ബാഗല്ലല്ലോ പഠിക്കാറുള്ളത്, ബാഗ് മാത്രമല്ലല്ലോ പഠിക്കാറുള്ളത്. അതുകൊണ്ട് കൊടുക്കുമ്പോൾ ആ മദ്രസയും കൂടി നമ്മൾ മനസ്സിൽ കാണുക. മാത്രമല്ല, അവിടെ ഖുർആൻ ക്ലാസ് എല്ലാ ആഴ്ചയും 10, 40, 50 അടുത്ത് വരുന്ന സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ചിരുന്ന എല്ലാ ആഴ്ചയും ഒരു മഗ്‌രിബ് മുതൽ ഇശാ വരെ ഖുർആൻ ക്ലാസ് എഴുതി പഠിക്കുന്ന സ്റ്റുഡൻസ് ഉള്ള ഒരു ഖുർആൻ ക്ലാസ് കൂടിയാണ് അത്. അതുകൂടി നിങ്ങളെ നിയ്യത്തിൽ വരണം. എല്ലാ ആഴ്ചയിലും നമ്മളെ കൗമാരക്കാരായ 10 കൗമാരക്കാരായ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള മതവിദ്യാഭ്യാസം നടക്കുന്നുണ്ട്. പുറമെ അയൽക്കൂട്ടങ്ങൾ നടക്കുന്നുണ്ട്, വനിതാ വിജ്ഞാന വേദികൾ നടക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി അവധി ദിനങ്ങളിൽ മാത്രം കുട്ടികൾക്ക്, ചെറിയ കുട്ടികൾക്ക് വേണ്ടി ഒരു സ്കൂൾ ഓഫ് ഖുർആൻ എന്നൊരു സംവിധാനം കൂടി ഞങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് അവിടുത്തെ. ഇതിലേക്കൊക്കെയുള്ള ഒരു ചെലവിലേക്ക് നിങ്ങൾ സ്വതക്ക കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു അവസരം എന്നുള്ള നിലക്ക് ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. നിർബന്ധമല്ല കൊടുക്കൽ. കാരണം നമ്മുടെ സ്വതക്ക നമ്മൾ ചിലപ്പോൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടാവും, പ്രയോറിറ്റികൾ കൽപ്പിച്ചിട്ടുണ്ടാവും. ഇനി എങ്ങാനും കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ കൂലിയൊക്കെ നിങ്ങൾ മനസ്സ് കണ്ടുകൊണ്ട് കൊടുക്കണമെങ്കിലേ നമുക്കത് ഉപകാരപ്പെടുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകൾ ധാരാളമായി ചെയ്യാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. സ്വതക്കകൾ അധികരിപ്പിച്ച് നൽകാനും അതിലൂടെ ബർക്കത്ത് ലഭിക്കുന്ന ആളുകളിലും അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.